students, നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നു. ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ ആൻഡ് വേൾഡ് ഹിസ്റ്ററി. സോ വേൾഡ് ഹിസ്റ്ററി നമുക്ക് മെയിൻസ് ആണ് ഇമ്പോർട്ടന്റ് എങ്കിലും അത് ശരിക്കും നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അതിൽ ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വേൾഡും ഏൻഷ്യന്റും മിഡീവലും മോഡേൺ ആണെങ്കിലും നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏൻഷ്യന്റിലാണ്. ഏൻഷ്യനിൽ പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് പ്രീ ഹിസ്റ്ററി. അവസാനം പഠിപ്പിക്കാന്ന് പറയും, പലപ്പോഴും നടക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് പ്രീ ഹിസ്റ്ററി തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അത്രയ്ക്ക് കട്ടയ്ക്ക് സിവിൽ സർവീസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇതിനകത്തുണ്ടെങ്കിൽ, എനിക്ക് സിവിൽ സർവീസ് വേണം, ഞാൻ അതിനു വേണ്ടി എന്ത് പെയിൻ എടുക്കാനും തയ്യാറാണ് എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇത് മനസ്സിലാക്കും, അവരത് പഠിക്കുകയും ചെയ്യും. അല്ലാത്ത കുട്ടികൾ ഇടയ്ക്ക് തൊഴിൽ പോവുകയും ചെയ്യും. ബിക്കോസ് കൺസിസ്റ്റന്റ് ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഫോക്കസ് എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ സിവിൽ സർവീസ് കിട്ടത്തുള്ളൂ. സോ നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏൻഷ്യൻ ഇന്ത്യയുടെ സിലബസ് ഞാൻ ആദ്യം ഒന്ന് ഓടിച്ചു പറയും. ഓടിച്ചു പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രീ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഓക്കെ, സിലബസ് ജസ്റ്റ് പറയത്തേ ഉള്ളൂ, ഞാൻ ഡീറ്റെയിലിംഗ് ഒന്നും പോകുന്നില്ല. സോ ഞാൻ ഡോക്ടർ വീണ ശാന്തനു, സ്റ്റാർട്ടിങ്. എല്ലാവർക്കും എന്റെ നമസ്തേ. ദിസ് ഇസ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. കുട്ടികള് ചാറ്റ് ബോക്സിൽ അലൈവ് ആയിരിക്കുക. നിങ്ങളവിടെ ഉറങ്ങുകയാണോ, ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് എനിക്ക് അറിയില്ലല്ലോ. സോ ചാറ്റ് ബോക്സിൽ അലൈവ് ആയിരിക്കാം. ഇതിൽ ഈ കാണുന്ന പിക്ചറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു സിംഗിൾ ബുദ്ധനെ വിട്ടേക്കൂ, ബുദ്ധനെ മാത്രം വിട്ടേക്കൂ. ബുദ്ധനെ എല്ലാവർക്കും അറിയാം, ബുദ്ധനല്ല, ബുദ്ധ പൂർണിമ ആയിരുന്നു ഇന്നലെ, അത് കാരണം ഞാൻ അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഇട്ടതാണ്. സോ ബുദ്ധനെ മാറ്റിയേക്കൂ. ബാക്കി ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ഇറ്റ്. ചാറ്റ് ബോക്സിൽ ആൻസർ വരട്ടെ, കാണട്ടെ. ആരും ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആരുമില്ല? ഓക്കെ, ഗ്രേറ്റ്. ആർക്കും എന്താണെന്ന് അറിയില്ല അതിനകത്ത് ചാറ്റ്. ഓക്കെ, ഡാൻസിങ് ഗേൾ എല്ലാവർക്കും കിട്ടി, ഗുഡ്. നടരാജ കിട്ടി. മോഹൻജദാരോ, മോഹൻജദാരോ അതെന്താണ് മോഹൻജദാരോ എന്ന് പറഞ്ഞ? ഫ്രെഡിൽ. നടരാജ, ശിവതാണ്ഡവം, ദെൻ രാഹുൽ, ഗുഡ്. ദെൻ ബാക്കി പറയൂ. നിങ്ങൾ എവിടെ നിന്നാണ് ഈ മോഹൻജദാരോ എന്ന പേര് വന്നത് മക്കളെ? ഓക്കെ, ഡാൻസിങ് ഗേൾ ഓഫ് മോഹൻജദാരോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഇതെന്താണ്? ഞാൻ കഴ്സർ മൂവ് ചെയ്യാം. ഇതെന്താണ്? വാട്ട് ഇസ് ദിസ്? വാട്ട് ഇസ് ദിസ്? ഇത് പോട്ടെ, ടഫസ്റ്റ് ആണ്. ഇത് ബുദ്ധനാണെന്നെങ്കിൽ ഇതാരായിരിക്കും? മഹാവീരൻ. ഇതാരാണ്? വാട്ട് ഇസ് ദിസ്? മദർ ഗോഡസ്. ഓക്കെ, ദിസ് ഇസ് ബിയർഡഡ് പ്രീസ്റ്റ്. ഇത് വേദ്, ജസ്റ്റ് വേദ് എന്ന് എഴുതിയിരിക്കുന്നു, നമ്മുടെ വേദിക് സ്ട്രക്ചറിൽ വരാം. സാഞ്ചി, ഗുഡ്. ജൈനായോ? ഓക്കെ, ഇതാണോ ഉദ്ദേശിച്ചത് ജീന എന്ന്? ഓക്കെ, ഇത് സാഞ്ചി. ഓക്കെ, ഗുഡ്. എല്ലാവർക്കും നടരാജനെ അറിയാം. ബുദ്ധനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരെല്ലാവരും പറഞ്ഞത്. ഗുഡ്. താങ്ക് യു. ഹൈഡ്രോഗ്ലിഫിക്സ് ലിപി ആണോ? ഓക്കെ, ദെൻ സോറി മഹാവീര. ഓക്കെ, ശരി നടക്കട്ടെ. എന്തായാലും നിങ്ങൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നന്നായിരിക്കട്ടെ. അപ്പൊ നമുക്കിനി പതുക്കെ സിലബസിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയുടെ കണ്ടന്റ്. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു സംഘം ലിറ്ററേച്ചറും കൂടെ ചേർക്കാം. ഒരു സംഘം ലിറ്ററേച്ചർ ഏൻഷ്യന്റ്, മിഡിവൽ, മോഡേൺ ഒന്നുമില്ല, സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏൻഷ്യന്റിൽ തുടങ്ങുന്ന ഒരു സംഭവമാണ്, അത് മോഡേണിൽ മിഡിവലിൽ അവസാനിക്കുന്നതാണ്. സംഘം ലിറ്ററേച്ചർ നിങ്ങൾ വേണമെങ്കിൽ എഴുതി ചേർത്തോളൂ. പക്ഷെ ഇതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രീ ഹിസ്റ്ററി. ഓൾറെഡി ക്ലാസ്സിലിരുന്ന കുറച്ച് കുട്ടികളുള്ളത് കാരണം ഞാൻ ഈ കണ്ടന്റ്സ് ഓടിച്ച് മാത്രമാണ് പറയുന്നത്. പുതിയ കുട്ടികൾ ദയവ് ചെയ്ത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. The ancient Indian history is divided into 12 topics, and the first one is prehistory, then Indus Valley civilization or Harappan civilization. Next is Vedic period, adu kazhinja Buddhism, Jainism, Mahajanapadas, rise of Magadha, Iranian and Macedonian invasion, Mauryas, post-Mauryas, Guptas and post-Guptas. നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് നോട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും പേപ്പറും അല്ലെങ്കിൽ വാട്ട് ഇറ്റ് ഇസ് പാഡ് ആൻഡ് പേപ്പർ പെന്ന് എല്ലാം എടുത്ത് റെഡി ആയിട്ടിരിക്കാം. അപ്പൊ നമുക്ക് പതുക്കെ പ്രീ ഹിസ്റ്ററിയിലേക്ക് മൂവ് ചെയ്യാം. അതിന് മുന്നേ എന്താണ് പ്രീ ഹിസ്റ്ററി എന്ന് ചോദിച്ചു. ഹിസ്റ്ററി എന്താണ്? വാട്ട് ഈസ് ഹിസ്റ്ററി? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ റിട്ടൺ എവിഡൻസസ് ഉള്ള കാര്യം. നമ്മൾ എല്ലാത്തിനെ കുറിച്ച് റിട്ടൺ എവിഡൻസസ് ഉണ്ട്, എല്ലാത്തിനെ കുറിച്ച് രേഖപ്പെടുത്തിയ എവിഡൻസസ് ഉള്ളതിനെ നമ്മൾ ഹിസ്റ്ററി എന്ന് വിളിക്കും. പ്രീ ഹിസ്റ്ററീസ് എന്ന് പറഞ്ഞാൽ റിട്ടൺ എവിഡൻസസ് ഇല്ല. ചെറിയ എക്സാമ്പിൾ പറഞ്ഞു, സ്റ്റോൺ ഏജ് എന്ന് വെച്ചാൽ ലിത്തിക് ഏജ്, പാലിയോലിത്തിക് ഏജ് ഉണ്ട്,
മീസോലിത്തിക് ഏജ് ഉണ്ട്, നിയോലിത്തിക് ഏജ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ചാൾക്കോലിത്തിക് ഏജ്. അങ്ങനെ കുറെ ലിത്തിക് ഏജസ് ആണ്. അതിൽ പ്രത്യേകിച്ച് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിൽ ഈ സ്റ്റോൺ ഏജിൽ വരുന്ന എല്ലാം പ്രീ ഹിസ്റ്ററിയിൽ വരും. അത് കഴിഞ്ഞ് പ്രോട്ടോ ഹിസ്റ്ററി എന്താണ്? നമ്മുടെ കയ്യിൽ റിട്ടേൺ എവിഡൻസ് ഉണ്ട്, പക്ഷെ അത് എന്താണെന്നുള്ളത് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഫോർ എക്സാമ്പിൾ, അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ പറയാം. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഓൾറെഡി അവർക്ക് സ്ക്രിപ്റ്റ് ഉണ്ട്, റിട്ടേൺ എവിഡൻസസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ സ്ക്രിപ്റ്റ് കൊണ്ട് അവർ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ബിക്കോസ് ടിൽ ദിസ് ടൈം ദ ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് ഹാസ് നോട്ട് ബീൻ ഡെസിഫേർഡ്. അതാണ് കണ്ടീഷൻ. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്ററി, പ്രീ ഹിസ്റ്ററി ആൻഡ് പ്രോട്ടോ ഹിസ്റ്ററി. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കുന്നത് ഏജസ് ആണ്. ഇറ്റ്സ് ഡിവൈഡഡ് ഇൻടു 3. പ്രീ ഹിസ്റ്ററി എന്ന ഹെഡിങ് കൊടുക്കുക. നമ്മൾ പ്രീ ഹിസ്റ്ററിയിൽ ഏജസ് നമ്മൾ സ്റ്റോൺ ഏജ് ഉണ്ട്, ബ്രോൺസ് ഏജ് ഉണ്ട്, അയൺ ഏജ് ഉണ്ട്. സ്റ്റോൺ ഏജ്, പാലിയോ, മീസോ, നിയോയിനാണ് നമ്മൾ സ്റ്റോൺ ഏജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആദ്യ മനുഷ്യന്റെ കാലം. ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് ശരിക്കും ഇതിനകത്ത് വരുന്നതാണ്. ബ്രോൺസ് ഏജും അയൺ ഏജും രണ്ടും മെറ്റൽ ഏജിനകത്ത് വരുന്നതാണ്. അത് ചാൽക്കോലിത്തിക് ആണ്. സോ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ബ്രോൺസ് ഏജും അയൺ ഏജും അതിനകത്ത് വരും. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ ആദ്യം ഹ്യൂമൻ ബീങ്സ്, ദ ഓൾഡസ്റ്റ് നോൺ ടൂൾസ് യൂസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്കറിയാം, കോർസും ഫ്ലേക്സും ഒന്നും വിളിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ, കോറുകളും ഫ്ലേക്കുകളും. CORES, കോർസും ഫ്ലേക്സുമാണ്. ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പാർട്ടിലല്ല, പാകിസ്ഥാന്റെ റാവൽപിണ്ടിയുടെ ശിവാലിക്സിന്റെ പാർട്ടില്, ഇന്നത്തെ പാകിസ്ഥാനിന്റെ റാവൽപിണ്ടി എന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാകിസ്ഥാനിലാണ്. അതിന്റെ ശിവാലിക്സിന്റെ പാർട്ടില് ഇന്നും അത് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓൾഡസ്റ്റ് നോൺ ടൂൾസ് യൂസ് ചെയ്തതിന്റെ ഒരു എവിഡൻസ് ഇൻ ഇന്ത്യൻ സബ്കോണ്ടിനെന്റിൽ ഒന്നുള്ളത് പാകിസ്ഥാന്റെ പാർട്ടില് റാവൽപിണ്ടിയില് ശിവാലിക്സിന്റെ താഴ്വരയില് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ യു ഹാവ് ടു റൈറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ദ ഓൾഡസ്റ്റ് നോൺ ടൂൾസ്, ഇതിന്റെ കൂടുതൽ നോട്ട് എഴുതി പോവാ, യൂസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ് വേർ cores and flakes. CORES, cores and flakes, FLAKES, flakes. എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം. നിങ്ങൾ തൽക്കാലം ഇപ്പോൾ ഇത് എഴുതുക. The oldest known tools used by human beings were simple cores and flakes. They have been reported from oldest known എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സും ഫ്ലേക്സും പല സിവിലൈസേഷൻകാരും ഉപയോഗിക്കുന്നുണ്ട്, പിന്നീടുള്ളവരും ഉപയോഗിക്കുന്നുണ്ട്, ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഓൾഡസ്റ്റ് നോൺ എന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് കിട്ടിക്കുന്നത് എവിടെന്നാണ് എന്ന് എഴുതുക. ശിവാലിക് ഹിൽസ് എവിടെയാണ്? റാവൽപിണ്ടിയിൽ, പാകിസ്ഥാനിന്റെ റാവൽപിണ്ടിയിലുള്ള, റാവൽപിണ്ടി ഇൻ പാകിസ്ഥാൻ. നമുക്ക് കിട്ടി 2 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള കോഴ്സും ഫ്ലേക്സുമാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 മില്യൺ ഇയേഴ്സ്. നിങ്ങൾ നോക്കി ടൈം സ്പാൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, പാലിയോലിത്തിക് പീരീഡ് തുടങ്ങുന്നത് തന്നെ 2 മില്യൺ BC യിലാണ്. കണ്ടോ, 2 മില്യൺ BC മുതൽ 10,000 BC വരെ നമുക്ക് പാലിയോലിത്തിക് പീരീഡ് എന്ന് വിളിക്കാം. വെരി ഇമ്പോർട്ടന്റ്. മീസോലിത്തിക് പീരീഡ് എന്ന് വെച്ചാൽ 10,000 മുതൽ 8,000 BC വരെ. അത് കഴിഞ്ഞ് 8,000 മുതൽ 4,000 വരെ നിയോലിത്തിക് പീരീഡും, ചാൽക്കോലിത്തിക് എന്ന് പറയുമ്പോൾ 4,000 മുതൽ ഏകദേശം ഒരു എന്താ പറയുക 1500 BC, പിന്നെ അയണേജ് 200 BC എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 200 BC യിൽ നിൽക്കുന്നതാണോ അയണേജ് എന്ന് പറയുന്നത്? അല്ല, 2020 നമുക്ക് അയണേജ് എന്ന് തന്നെ പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അയൺ നമ്മുടെ ലൈഫിലെ ഇൻഡിസ്പെൻസിബിൾ പാർട്ടാണ്. അതുകൊണ്ട് ഇതും അയണേജ് തന്നെയാണ്. ദിസ് ഇസ് എ ടൈം സ്പാൻ. പാലിയോലിത്തിക് പീരീഡ് 2 മില്യൺ BC മുതൽ. ഇതൊന്നും കാണാതെ പഠിക്കണ്ട, ആദ്യമേ പറയട്ടെ. ഇത് നിങ്ങൾക്ക് പുതിയ കുട്ടികൾക്ക് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഡേറ്റ്സും മെഷേഴ്സും പഠിക്കുന്ന ഒരു സംഭവമാണ് എന്ന് വിശ്വസിക്കുന്നത്. കാരണം ദയവ് ചെയ്താൽ അങ്ങനത്തെ സംഭവം അല്ല. അത് GS ഹിസ്റ്ററി ആയാലും ഓപ്ഷണൽ ഹിസ്റ്ററി ആയാലും ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നാഷണൽ ലെവലിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലൊന്നാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് കൂടി മലയാളത്തില് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ വളരെ കുറച്ച് പേരെ ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കാറുള്ളൂ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എല്ലാവരും പേടിക്കുന്ന ഒരു സംഭവം എന്താണ്? ഒരുപാട് ഡേറ്റ് പഠിക്കണം. കണ്ടില്ലേ, മിസ്സിന്റെ ക്ലാസ് വളരെയധികം നമ്മൾ വളരെ ഐശ്വര്യത്തോടു കൂടി ക്ലാസ് തുടങ്ങിയിട്ട് മിസ് ആദ്യം ഞങ്ങളെ പേടിപ്പിക്കുന്നതും കുറെ ഇറാസും കുറെ ലൈഫ് സ്പാൻ ഒക്കെ കാണിച്ചിട്ടാണ്. നോ, നെവർ. അങ്ങനെ ഒരിക്കലും വിശ്വസിക്കരുത്, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് UPSC ഹിസ്റ്ററി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC ഹിസ്റ്ററിയിൽ നമുക്ക് കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു പർട്ടിക്കുലർ ഡേറ്റിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കുറച്ച് ഡേറ്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. എല്ലാ ഡേറ്റ്സും പഠിക്കേണ്ട.
നമുക്കത് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റണം. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ മിഡിവൽ ഇന്ത്യ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഡേറ്റ് ആണ് 622 AD. നമ്മൾ തുടക്കത്തിലേ പഠിക്കുന്ന ഒരു ഡേറ്റ് ആണ് 622 AD. 6 AD ആണ്, BC അല്ല, AD. 622 AD. ആ ADയുടെ പ്രത്യേകത എന്താണെന്ന് ചിലപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും മുസ്ലിംസ് ഉണ്ടെങ്കിൽ ദയവേത്, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവേത് പറയുക, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണിത്. 622 AD. എന്താണ് ADയുടെ പ്രത്യേകത? ആ വർഷത്തിന്റെ പ്രത്യേകത എന്താണ്? 622 AD. കമന്റ്, ജസ്റ്റ് ചാറ്റ്. ഗുഡ്. ആരോ എന്തോ ചാറ്റ് ചെയ്തിട്ടുണ്ട്. പേർഷ്യൻ ഇറ. ഓക്കെ, കുറച്ചും കൂടെ നബിക്ക് എന്ത് പറ്റി? നബി ഓക്കെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്താണ് നബിക്ക് പറ്റിയ രാഹുൽ? പേർഷ്യൻ ഇറ അങ്ങനെയാണോ? കുറച്ചുകൂടെ സ്പഷ്ടമാക്കി പറഞ്ഞ്, സ്ഫുടമായി പറഞ്ഞു. ഈ ഗാലക്സി ടാബ് പിന്നെ പേരില്ല. എന്റെ പൊന്നും പിള്ളേരെ, ഈ ചാറ്റിനകത്ത് വരുമ്പോൾ പേര്, മൊബൈലിന്റെ പേര് വായിക്കാന്ന് വെച്ചാൽ സോ ഒരു വല്ലാതെ കൂടെ. ഹിജ്റ ഇറ. ഗുഡ് ഗുഡ് ഗുഡ്. ആൻസർ കിട്ടി, കുഴപ്പമില്ല. ഹിജ്റ ഇറ, അതാണ് അതിന്റെ ആൻസർ. നോക്കൂ, വളരെ കറക്റ്റ് ആണ്. 622 AD മെക്കയിൽ നിന്ന് മെദീനയിലേക്ക് പ്രോഫറ്റ് മുഹമ്മദ് പലായനം ചെയ്യുന്നത്. മെക്കയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം. അവിടെ നിന്ന് മെദീനയിലേക്ക് പലായനം ചെയ്ത വർഷമാണ് 622 AD എന്ന് പറയുന്നത്. ഈ 622 AD നമ്മൾ ഹിജ്റ ഇറയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയും. ഓക്കെ, ശരി. സോഴ്സസിൽ അത് പേർഷ്യൻ ഇറ എന്ന് പറയാറുണ്ട്. അപ്പോൾ 622 കഴിഞ്ഞു, അദ്ദേഹം അങ്ങോട്ട് പോയി ചെന്ന് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു, ഇല്ലെന്ന് പറയുന്നില്ല. കൃത്യം 10 വർഷം, അതായത് 622 കഴിഞ്ഞ് 32, 22, 32, 32 ആയപ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചുപോയി. സോ 622 AD മെക്ക നിന്ന് മെദീനയിലോട്ട് പോയി. ഹിജ്റയുടെ സ്റ്റാർട്ടിംഗ് 632 അദ്ദേഹം മരിച്ചു. 647 എന്നൊരു AD കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ ഇറയുടെ പ്രത്യേകത എന്താ? ഓൾഡ് സ്റ്റുഡൻസ് പറയൂ. 647 ADയുടെ പ്രത്യേകത എന്താ? നിങ്ങൾ ഏൻഷ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ 647 പഠിക്കാറുണ്ട്, പക്ഷെ മിഡീവൽ പഠിക്കുമ്പോഴാണ് ഈ കണക്ഷൻ പഠിക്കുന്നത്. 647 AD ഏൻഷ്യൻ ഇന്ത്യയുടെ അവസാനത്തെ മൈറ്റി ഹിന്ദു റൂളറായ ഹർഷവർദ്ധനൻ മരിക്കുന്നത്. അല്ലെങ്കിൽ അവസാനത്തെ റൂളറായ ഹർഷവർദ്ധനൻ മരിക്കുന്നത്, മൈറ്റി റൂളറായ ഹർഷവർദ്ധനൻ മരിക്കുന്നത് 647 AD. അപ്പോൾ ഏൻഷ്യൻ ഇന്ത്യ എന്നൊരു സംഭവം നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു വരമ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദ ഏൻഷ്യൻ ഇന്ത്യ ആസ് ഫാർ as UPSC is concerned, it starts from ഹാരപ്പൻ സിവിലൈസേഷൻ ടു ഹർഷവർദ്ധന. ഒരു ഹെച്ചിൽ തുടങ്ങി വേറൊരു ഹെച്ചിൽ അവസാനിക്കുന്നതാണ് ഏൻഷ്യൻ ഇന്ത്യ ഫോർ UPSC എന്ന് പറയുന്നത്. ഏൻഷ്യൻ ഇന്ത്യ ഫോർ UPSC ഒരു ഹെച്ചിൽ തുടങ്ങുന്നു, വേറൊരു ഹെച്ചിൽ അവസാനിക്കുന്നു. ആ ഫസ്റ്റ് ഹെച്ച് ഏതാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ. അല്ലെങ്കിൽ എന്ത് സിവിലൈസേഷൻ ആണ്? ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊരു സിവിലൈസേഷനിൽ ആദ്യം കണ്ടുപിടിച്ച സൈറ്റ് ഹാരപ്പയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ പഴയ സ്റ്റുഡൻസ് വിചാരിക്കുന്നുണ്ടാവും, മാഡം എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, പുതിയ 1-2 കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ ഹെച്ചിൽ തുടങ്ങി വേറൊരു ഹെച്ചിൽ അവസാനിക്കുന്നതാണ് ഏൻഷ്യൻ ഇന്ത്യ. 2500 BC തുടങ്ങി 647 AD അവസാനിക്കുന്നതാണ് ഏൻഷ്യൻ ഇന്ത്യ. അപ്പൊ ഏൻഷ്യൻ ഇന്ത്യ ഹെഡിങ് കൊടുത്തത് എല്ലാവർക്കും എഴുതി വെക്കാം. H to H, ഹാരപ്പ ടു ഹർഷവർദ്ധന. അപ്പൊ ആ ഹർഷവർദ്ധന ഇന്ത്യയില് ഏൻഷ്യൻ ഇന്ത്യ ഭരിച്ചിരുന്ന ലാസ്റ്റ് മൈറ്റി റൂളറാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം ഇന്ത്യയിൽ വളരെ ശക്തനായ ഒരു സെൻട്രലൈസ്ഡ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറെ വർഷക്കാലം കുറെ റീജിയണൽ കിങ്ഡംസ് എല്ലാം അവിടെ വന്ന് തമ്മിത്തല്ലി ഇരിക്കുന്ന സമയത്താണ് വിദേശത്ത് നിന്ന് ആക്രമണം ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, മുഹമ്മദ് ബിൻ ഖാസിം ഇസ് ദ ഫസ്റ്റ് മുസ്ലിം ഹു ഇൻവേഡഡ് ഇന്ത്യ. അത് കഴിഞ്ഞ് മെഹ്മൂദ് ഓഫ് ഗസ്നി വന്നു, അത് കഴിഞ്ഞ് മുഹമ്മദ് ഗോറി വന്നു. ഇവര് മൂന്നുപേരും വന്ന് അറ്റാക്ക് ചെയ്തിട്ട് പോയി. ഗോറി തിരിച്ചു പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ സ്ലേവ് ആയ ഐബക്കിനെ ഇവിടെ നിർത്തിയിട്ട് പോയി. ഐബക്കാണ് സ്ലേവ് ഡൈനാസ്റ്റി ഫോം ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ചരിത്രം പോകുന്നത്, അല്ലെ? സോ ഏൻഷ്യൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഹാരപ്പയിൽ തുടങ്ങി ഹർഷയിൽ അവസാനിക്കുന്നു. മിഡിവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഹർഷവർദ്ധനൻ ഫസ്റ്റ് മുസ്ലിം ഇൻവേഷൻ ആണ് ശരിക്കും വേണ്ടത്, പക്ഷെ നമ്മൾ എളുപ്പത്തിന് പറയുന്നു. ഹർഷന്റെ മരണത്തിൽ തുടങ്ങി ഔറംഗസേബിന്റെ മരണത്തിൽ അവസാനിക്കുന്നു. മോഡേൺ ഇന്ത്യ ഔറംഗസേബിന്റെ മരണത്തിൽ തുടങ്ങി നെഹ്റുവിന്റെ മരണത്തിൽ അവസാനിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററി UPSC സിലബസ് തിരിച്ചേക്കുന്നത്. സോ ഏൻഷ്യൻ ഇന്ത്യയിൽ നമ്മളിപ്പോ ഇൻഡസ് പറഞ്ഞു നിർത്തിയത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരു ഹാരപ്പൻ സിവിലൈസേഷന്റെ കാര്യമാണ്. സോ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്, ചാൾക്കോലിത്തിക്, അയൺ ഏജ്. ഞാൻ പറഞ്ഞത് ഈ ഇയേഴ്സ് നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണ്ട, വായിക്കുക. നിങ്ങൾ നോട്ട്സ് വായിക്കുന്ന കൂട്ടത്തിൽ ഇത് വായിക്കുക. ഒരു ഐഡിയ. പാലിയോലിത്തിക് 2 മില്യണിൽ അവസാനിച്ചു. ഓക്കെ,
അങ്ങനെയുള്ള ഒരു ഐഡിയ മാത്രം മതി ഒരു ശരി. അപ്പൊ 622 AD മിക്ക ആൾക്കാരാണ് ഹിജ്റയുടെ ഇറയുടെ സ്റ്റാർട്ടിംഗ് ആണെന്ന് അറിയില്ലെങ്കിൽ പോലും മെക്കയിൽ നിന്ന് മെദീനിലേക്ക് പോയി മിക്ക മുസ്ലിംസിനും അറിയാവുന്ന കാര്യമാണ്, അല്ലാത്തുള്ളവർക്കും അറിയാവുന്ന ഇത് GK സംഭവമാണ്. അപ്പൊ 622 AD അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ നബി മരിക്കുന്നു. അതും കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഹർഷവർദ്ധനൻ മരിക്കുന്നു. കണ്ടോ, കണക്ഷൻ കിട്ടി. അപ്പൊ നമുക്കിനി നമുക്കൊരു എന്താ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയാ നാഴികക്കല്ല് എന്ന് പറയാം, അതായി. അപ്പൊ അതിന് മുന്നോട്ടും അതിന് പിന്നോട്ടും നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ ആപേക്ഷികമായിട്ടാണ് പഠിക്കുന്നത്. അല്ലാതെ ഒരിക്കലും എല്ലാ വർഷങ്ങളും പഠിച്ച് ആരും പരീക്ഷ എഴുതാറില്ല. അത് മെയിൻസിന് എഴുതാനായാലും ശരി, പ്രിലിംസിന് എഴുതാനായാലും ശരി, ഓപ്ഷണൽ എഴുതാനായാലും. ഓപ്ഷണൽ പിള്ളേർ പോലും വർഷം മുഴുവൻ പഠിക്കുന്നില്ല, കുറച്ച് വർഷങ്ങളെ പഠിക്കുന്നുള്ളൂ. സോ പാലിയോലിത്തിക് പീരീഡ്, മീസോലിത്തിക് പീരീഡ്, നിയോലിത്തിക്. പാലിയോലിത്തിക് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓൾഡ് സ്റ്റോൺ ഏജ്. ഓൾഡ് സ്റ്റോൺ ഏജ്. മീസോലിത്തിക് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചാർട്ട് എഴുതിയ ആൾക്കാർക്ക് അതിന്റെ പേര് എഴുതി വെക്കാം. പാലിയോലിത്തിക് എന്ന് വെച്ചാൽ ഓൾഡ് സ്റ്റോൺ ഏജ്. മീസോലിത്തിക് എന്ന് വെച്ചാൽ മിഡിൽ സ്റ്റോൺ ഏജ്. ദിസ് ഇസ് എ ട്രാൻസിഷൻ പീരീഡ്. ഓൾഡ് സ്റ്റോൺ ഏജിനും ന്യൂ സ്റ്റോൺ ഏജിനും ഇടയിലുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ് മീസോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. സോ പാലിയോലിത്തിക് പീരീഡ് ഈസ് ഓൾഡ് സ്റ്റോൺ ഏജ്, മീസോലിത്തിക് പീരീഡ് ഈസ് മിഡിൽ സ്റ്റോൺ ഏജ്, ആൻഡ് നിയോലിത്തിക് പീരീഡ് ഈസ് ന്യൂ സ്റ്റോൺ ഏജ്. ചാൽക്കോലിത്തിക് പീരീഡ് ഈസ് മെറ്റൽ ഏജ്. മെറ്റൽ ഏജിനകത്താണ് എന്തൊക്കെ വരുന്നത്? ബ്രോൺസും അയണും എല്ലാം വരുന്നത്. അതിൽ 5ാമത്തെ നമ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 5ാമത്തെ നമ്പർ വേണം നിർബന്ധമില്ല. പലയിടത്തും പല ക്ലാസിഫിക്കേഷൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഇങ്ങനെയാണ്: പാലിയോ, മീസോ, നിയോ, ചാൾക്കോ. ചാൾക്കോ എന്ന് വെച്ചാൽ മെറ്റൽ ഏജ് ആണ്. മെറ്റൽ ഏജിന്റെ ഫസ്റ്റ് പാർട്ട് ബ്രോൺസ് ആണ്, അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അത് കഴിഞ്ഞ് അയൺ ആണ്. അയൺ വരുന്ന ഇപ്പം മുതലാണ്, ആര്യൻസ് മുതൽ 200 BC വരെ എന്ന് പറയും. പക്ഷെ 2020 വരെയും അയൺ ഏജ് തന്നെ. കാരണം ഇന്ന് അയണിനെ റീപ്ലേസ് ചെയ്ത ഒരു സാധനം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അയൺ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. സോ നെക്സ്റ്റ് we are going to Paleolithic age. എല്ലാവരും ഹെഡിങ് എടുത്ത് നിർത്തുക. അതിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക്, അപ്പർ പാലിയോലിത്തിക്. നോക്കൂ, ഇതും ഞാൻ വീണ്ടും നിങ്ങളോട് എടുത്ത് പറയാണ്. ഇതിലൊന്നും ഇയർ പഠിക്കേണ്ട ആവശ്യം ഇല്ല. സോ ലോവർ പാലിയോലിത്തിക് നമുക്കറിയാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നോട്ട് ചെയ്താൽ മതി. ഞാൻ 3 ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, കാരണം സോ ദാറ്റ് എനിക്ക് നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റണം എന്താണ് അതിൽ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങൾ. സോ നെക്സ്റ്റ് ഈസ് ഒരു മിനിറ്റ്, ലോവർ പാലിയോലിത്തിക്. നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. ഞാൻ നിങ്ങളോട് കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു കോർസ് ആൻഡ് ഫ്ലേക്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇതാണ് കോർ എന്ന് പറയുന്നത്, മറ്റേതാണ് ഫ്ലേക്ക് എന്ന് പറയുന്നത്. ആ ഒരു വലിയ കല്ല് സങ്കല്പിക്കുക. ആ കല്ലിന്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ സംഭവം നമ്മൾ ചെത്തി മാറ്റി, അടർത്തി മാറ്റി എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ചെത്തി മാറ്റുക. നമ്മൾ ഒരു പേന കത്തിയോ ഒരു പിച്ചാത്തി എടുത്ത് ഇങ്ങനെ ചെത്തത്തില്ലേ, മാങ്ങ ചെത്തി എടുക്കത്തില്ലേ, അമ്മയുടെ അടുത്ത് കൊടുത്ത് അമ്മ അത് പ്രോപ്പർ ആയിട്ട് അരിഞ്ഞ് നല്ല പീസാക്കി നമ്മുടെ തരും. നമ്മളാണ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? സൈഡിൽ ഇങ്ങനെ കൊത്തി ചെത്തി കഴിക്കും അല്ലെ? അതുപോലെ ചെത്തി മാറ്റിയതാണ് ഫ്ലേക്ക്. ആ മെയിൻ കല്ല് ചെത്തി മാറ്റിയതിന് ശേഷമുള്ള മെയിൻ കല്ല്, ഇതാണ് കോർ എന്ന് പറയുന്നത്. ഈ കോറിൽ നിന്ന് ചെത്തി മാറ്റിയ ഈ പാർട്ടാണ് അതിന്റെ ഫ്ലേക്ക്. ഇതിന്റെ ദയവ് ഇത് പടം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. നിങ്ങൾക്ക് കോർസും ഫ്ലേക്സും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പടം കാണിച്ചത്. അല്ലാതെ അതിന്റെ സ്ട്രൈക്കിംഗ് പ്ലാറ്റ്ഫോം, ബൾബ് ഓഫ് പെർക്കഷൻ സ്ട്രക്ചേഴ്സ് ഇതൊക്കെ പഠിക്കണം, ഒന്നും പഠിക്കണ്ട. ദയവ് ഇത് അങ്ങോട്ടൊന്നും നിങ്ങൾ നോക്കുക വേണ്ട. അതിന്റെ കോർ എന്താണ്, ഫ്ലേക്ക് എന്താണെന്ന് പറഞ്ഞത്. ആദ്യ മനുഷ്യൻ, പഴയ മനുഷ്യൻ, ഞാൻ പറഞ്ഞു 2 മില്യൺ BC, അത്രയും ഓൾഡ് ആയിട്ടുള്ള കോറുകളും ഫ്ലേക്കുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കോർസും ഫ്ലേക്സും നമുക്ക് എവിടെ നിന്ന് കിട്ടി? പാകിസ്ഥാനിലെ റാവൽപിണ്ടിയുടെ അവിടെയുള്ള ഷിബാലിക്സിന്റെ ഹിൽസിൽ നിന്ന്, ഫുഡ് ഹിൽസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുമാണ് ഞാൻ ഈ പാഠം എടുത്തേക്കുന്നത്. ഇനി ഇതിനെ വരച്ചു വെച്ച് അതിന്റെ ഓരോ പാർട്ടും പഠിക്കേണ്ടത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു. അതിൽ കണ്ടോ, കോറ്, ഇതാണ് കോറ്. ഫ്ലേക്ക്, ഇതിൽ കുറച്ചുകൂടെ എലോങ്ങേറ്റഡ് സ്റ്റോൺ ആണ്. ആ സ്റ്റോണിൽ നിന്ന് ഒരു സാധനം അടർത്തി മാറ്റിയപ്പോൾ അത് ഫ്ലേക്കായി, മറ്റത് കോറായി മാറി. ഒരു സ്റ്റോണിനെ നമ്മൾ കോർന്ന് വിളിക്കില്ല, അതിന് ഫ്ലേക്ക് അടർത്തി മാറ്റിയതിനു ശേഷം അതിനെ നമ്മൾ കോർന്ന് വിളിക്കും. ഇത് 2 മില്യൺ BC പഴക്കമുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരി, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ എഴുതുക, ഒരു 2 ഡിസ്റ്റിങ്ക്ട് കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ട്രഡീഷൻസ് നമുക്കിവിടെ ഈ സ്റ്റോൺ ടൂളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. 2 ഡിസ്റ്റിങ്ക്ട് cultural and technological traditions was there related to these stone tools. അത് ഒന്നിന്റെ പേര് സൊഹേനിയൻ കൾച്ചർ എന്നും
രണ്ടാമത്തിന്റെ പേര് അക്വിലിയൻ കൾച്ചറും എന്നാണ്. ചില ഹിസ്റ്റോറിയൻസിന് മൂന്നാമതൊരു ഡിവിഷൻ കൂടെ കൊടുക്കുന്നുണ്ട്, മദ്രാസിയൻ കൾച്ചർ. റീസെന്റ് ഡിവിഷൻ ആണ്, അത് UPSC അത്ര ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. മദ്രാസ് എന്ന് വെച്ചാൽ മദ്രാസ് അല്ലെങ്കിൽ അതിന്റെ പ്രാന്തപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ തമിഴ്നാട് അല്ലെങ്കിൽ കേരള ഈ ഏരിയകളിൽ കാണുന്ന കൾച്ചറിനെയാണ് മദ്രാസിയൻ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പറയത്തക്ക റിസർച്ചും കാര്യങ്ങളും കൂടുതലായിട്ട് നടന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കത് വിട്ടേക്കാം. സൊഹേനിയൻ കൾച്ചറും അക്യൂലിയൻ കൾച്ചറും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഷോർട്ട് നോട്ട് ചോദിക്കാം, മെയിൻസിന് ഷോർട്ട് നോട്ട് ചോദിക്കാം. എന്താണ് സൊഹേനിയൻ കൾച്ചർ? എന്താണ് സൊഹേനിയൻ കൾച്ചർ? അതൊരു ചാൽക്കുലേറ്റീവ് കൾച്ചർ ആണോ? അല്ല. അതൊരു ഒരു സ്റ്റോൺ ഏജ് കൾച്ചർ ആണോ? ആണ്. അപ്പൊ സൊഹേനിയൻ കൾച്ചറും അത് സ്റ്റോണിനെ ബേസ് ചെയ്ത്, ഞാൻ പറഞ്ഞു, 2 ഡിസ്റ്റന്റ് കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ട്രഡീഷൻ ബേസ്ഡ് ഓൺ സ്റ്റോൺ ടൂൾസ് ആണ്. അപ്പൊ ഈ സ്റ്റോൺ ടൂൾസിനെ ബേസ് ചെയ്ത് 2 ട്രഡീഷൻ ഉണ്ട്, സൊഹേനിയൻ കൾച്ചറും അക്യുലിയൻ കൾച്ചറും. ഈ സൊഹേനിയൻ കൾച്ചറും അക്യുലിയൻ കൾച്ചറും എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. സോ ഫസ്റ്റ് ഈസ് സൊഹേനിയൻ കൾച്ചർ. അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ പെബിൾ ചോപ്പേഴ്സ് എന്ന് പറയുന്നത്. പെബിൾ ചോപ്പേഴ്സ് കണ്ടോ? പെബിൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കല്ല് കൊണ്ടുള്ള ചോപ്പേഴ്സ്. അതിന്റെ ആ പെബിൾസിന്റെ അറ്റം കണ്ടോ, അവര് ഒരു വളരെ ക്രൂഡായിട്ട് രാഗിക്കുന്നുണ്ടോ? ഇതിനെയാണ് നമ്മൾ പെബിൾ ചോപ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പെബിൾ ചോപ്പേഴ്സ്, ഇതാണ് പെബിൾ ചോപ്പേഴ്സ്. സൊഹേനിയൻ കൾച്ചറുകാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പെബിൾ ചോപ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി പെബിൾ ബ്ലേഡ്സ്, ഇത് കുറച്ചും കൂടെ അരമുണ്ടാവും, കുറച്ചും കൂടെ നീളം ഉണ്ടാവും. പെബിൾ ബ്ലേഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് സൊഹേനിയൻ കൾച്ചർ ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. സോഹൻ റിവർ, ഇൻഡസ് റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറി ആയ ഒരു, എനിക്ക് പനിയാണ്, ഐ എം സോ സോറി, എന്റെ സൗണ്ട് ഒക്കെ ഷുഗർ ചെയ്യുന്നുണ്ടോ, എന്നാലും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറി ആയ സോഹൻ റിവർ, SOHAN, സോഹൻ റിവറിന്റെ തീരത്തുള്ള കൾച്ചർ ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ സൊഹേനിയൻ കൾച്ചർ എന്ന് വിളിക്കുന്നു. പ്ലീസ് നോട്ട് ഡൗൺ ദാറ്റ് പോയിന്റ്. നിങ്ങൾ പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്ത് പോവുക. സൊഹാനിയൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ നെയിം എവിടെ നിന്ന് ഡിറൈവ് ചെയ്തു? ഫ്രം ദ സോഹൻ റിവർ, SOHAN, സോഹൻ റിവർ, എ ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. ഓക്കെ, ഇത് എവിടെയൊക്കെ കാണാം? ഈ സൊഹേനിയൻ കൾച്ചർ നമുക്ക് എവിടെയൊക്കെ കാണാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിവാലിക് ഹിൽസ് ഇൻ നോർത്ത് വെസ്റ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് തീരം, നോർത്ത് വെസ്റ്റ് നമ്മുടെ പാകിസ്ഥാനൊക്കെ ഉള്ള സ്ഥലം. അപ്പൊ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ശിവാലിക് ഹിൽസ് റീജിയനിലാണ് ഈ കൾച്ചറിന്റെ ട്രേസസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഈ ഞാൻ കുറച്ചു മുമ്പ് കാണിച്ച പെബിൾസ് ഇല്ലേ, പെബിൾസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ശരി, അപ്പം സൊഹേനിയൻ കൾച്ചറിനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും? The name derived from Sohan River, which was a tributary of Indus, and ഇതിന്റെ മെയിൻ സൈറ്റ്സ് എവിടെയാണ്? ഇന്ത്യ, പാകിസ്ഥാനിലാണ് ഇതിന്റെ മെയിൻ സൈറ്റ്സ്. ഇന്ത്യയിലാണെങ്കിൽ പ്രത്യേകിച്ച് സൗത്തിലോട്ടും ഈസ്റ്റിലോട്ടും ഒന്നുമില്ല, നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ സൈഡിൽ ഒരു കുഞ്ഞ് ഇന്ത്യ വരച്ചേ, കുഞ്ഞിന്ത്യ, ആ ഇന്ത്യ വരച്ചിട്ട് നോർത്ത് വെസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. സൊഹേനിയൻ കൾച്ചർ ഇവിടെ കഴിഞ്ഞു. ഈ സൊഹേനിയൻ കൾച്ചറിന്റെ ടൂൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചേക്കാം, പെബിൾ ചോപ്പേഴ്സും ബ്ലേഡ്സുമാണ് ഇതിന്റെ ടൂൾസ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ഞാൻ കാണിച്ചു. നെക്സ്റ്റ് ഈസ് അക്യൂലിയൻ കൾച്ചർ. അക്യൂലിയൻ കൾച്ചർ എന്ന് വെച്ചാൽ ഒരു ഫ്രഞ്ച് സൈറ്റ്, ഫ്രാൻസിലുള്ള ഒരു സൈറ്റുള്ള സെന്റ് അക്യുവൽ എന്ന് വിളിക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ കൾച്ചറിന് അക്യൂലിയൻ കൾച്ചറിന്റെ പേര് കൊടുത്തത്. പിന്നെ ഇത് ഒരു എന്താ പറയാ, ഫ്രഞ്ച് സൈറ്റ് ഓഫ് സെന്റ് അക്യുവൽ ഫസ്റ്റ്. ഇതൊരു എഫക്റ്റീവ് കോളനൈസേഷൻ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു കൾച്ചറിനെ എഫക്റ്റീവ് കോളനൈസേഷൻ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയാം. ഇറ്റ്സ് ഓൾമോസ്റ്റ് സിനോണിമസ് വിത്ത് ലോവർ പാലോറ്റിക് സെറ്റിൽമെന്റ്സ്. അപ്പൊ നമ്മളിപ്പോ ലോവർ പാലോറ്റിക് സെറ്റിൽമെന്റ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 2 ഡിസ്റ്റന്റ് കൾച്ചറാണ് സൊഹേനിയൻ അക്യുലിയൻ കൾച്ചർ എന്നും പറഞ്ഞു. ഒരു ഫ്രഞ്ച് സൈറ്റായ സെന്റ് അക്യുവലിന് ശേഷമാണ് ഈ പേര് വന്നതെന്ന് പറഞ്ഞു. നമുക്ക് ഒരുപാട് കോളനീസ് ഒരിടത്ത് താമസിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് കിട്ടുന്നത് ഈ സൈറ്റിന് ശേഷമാണ്. ഇതിന്റെ മെയിൻ സെന്റർ എന്ന് പറയുന്നത് ശിവാലിക് ഹിൽസ് നോർത്ത് മുതൽ ചെന്നൈ വരെയുള്ള ഏരിയാസിൽ, സൗത്തിൽ ചെന്നൈ വരെയുള്ള ഏരിയ. ശ്രദ്ധിച്ചേക്കുക, ശിവാലിക് ഹിൽസ് എവിടെയാണ്? ശിവാലിക് ഹിൽസിൽ നിന്ന് താഴെ ചെന്നൈ വരെയുള്ള ഏരിയാസിൽ ഈ കൾച്ചർ ഉണ്ടെങ്കിലും വെസ്റ്റേൺ ഗാർഡ്സിൽ ഈ കൾച്ചർ ഇല്ല. അതുപോലെ തന്നെ കോസ്റ്റൽ റീജിയൻ, അതിന് വെസ്റ്റേൺ ഗാർഡ്സിന് പാരലൽ ആയിട്ട് റൺ ചെയ്യുന്ന കോസ്റ്റൽ റീജിയനിലും ഈ കൾച്ചർ ഇല്ല. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഗംഗാ പ്ലെയിൻസിലും ഒന്നും തന്നെ നമ്മൾ വിചാരിക്കും ശിവാലിക്കിൽ നിന്ന് ചെന്നൈ വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യ മുഴുവൻ കാണുമായിരിക്കും വിചാരിക്കും. ഒരിക്കലും ഇല്ല. ഇത് നേർ രേഖയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നേർ രേഖയിൽ. ഈ സൈഡിലോട്ടൊന്നും ആ കൾച്ചർ പോയിട്ടില്ല. അക്യൂലിയൻ കൾച്ചർ ആണ് അത്. നെക്സ്റ്റ് ഈസ് അതവർ ഉപയോഗിച്ചിരുന്ന ഒത്തിരി തരത്തിലുള്ള സ്റ്റോൺ ഇതുണ്ട്. പോളിഹെഡ്രൻസ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ അരം പോലത്തെ എഡ്ജസ് ഉള്ളതെന്ന് അർത്ഥം. ഒന്നിൽ കൂടുതലെന്നല്ല, വേണമെങ്കിൽ 4ലോ 3ലോ 4ലോ കൂടുതൽ. ഒത്തിരി, പോളി എന്ന വേർഡിന്റെ അർത്ഥം ഒരുപാടെന്നാണ്. ഒരുപാട് എഡ്ജസ് ഉള്ള സ്റ്റോൺ, ഇതാണ് പോളിഹെഡ്രൻസ്. ഇത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണ്.
നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ ജസ്റ്റ് എന്താ പഠിച്ചത്? രണ്ടേ ചോപ്പേഴ്സും ബ്ലേഡ്സും മാത്രമേ പഠിച്ചുള്ളൂ. ഇവര് പോളിഹെഡ്രൻസ് യൂസ് ചെയ്തു. പോളിഹെഡ്രൻസ് യൂസ് ചെയ്ത ഒരു സ്പെഷ്യൽ കൾച്ചർ ദാറ്റ് ഇസ് സീൻ ഇൻ ചെന്നൈ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണത്? അക്യൂലിയൻ കൾച്ചർ. സ്പിരോയിഡ്സ് കണ്ടോ? സ്പിയർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്പിയർ പോലെ ഇരിക്കുന്നത്. അത് ഡിസ്കോയിഡ്സ് ഉണ്ട്. ഡിസ്കോയിഡ്സ് കഴിഞ്ഞ ഹാൻഡ് ആക്സസ്, ക്ലീവേഴ്സും ഹാൻഡ് ആക്സ് പോലെ ഇരിക്കും, പക്ഷെ അത് കുറച്ചുകൂടെ എന്താ പറയും ചപ്പിയിരിക്കുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് ഇസ് സ്ക്രേപ്പേഴ്സ്, സ്ക്രേപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഡെന്റിക്കുലേറ്റ്സ്, മൊത്തത്തില് നമ്മൾ അരം പോലത്തെ എഡ്ജസ്, 6 ആക്ക് എഡ്ജസ് ഉള്ളതാണ് ഡെന്റിക്കുലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അക്യുലൈൻ കൾച്ചറിനെ കുറിച്ച് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. ഇനി ടെക്നോളജി യൂസ്ഡ് ഇൻ അക്യുലൈൻ കൾച്ചർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്തിരി നേരം പറഞ്ഞ കാര്യം പോളിഹെഡ്രൻസ്, സ്പിരോയിഡ്, ഡിസ്കോയിഡ്, ഡെന്റിക്കുലേറ്റ്സ് ഇതൊക്കെയാണ് ടെക്നോളജി യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ അക്യുലൈൻ കൾച്ചറിൽ യൂസ് ചെയ്തിരുന്ന വെപ്പൺസ്, ദ മെയിൻ റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ വെപ്പൺസ് ഓഫ് അക്യുലൈൻ കൾച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്വാർട്സൈറ്റ് ആയിരുന്നു. It's a very important question. The main raw materials used for making, ശരിക്കും അവർ ആ കല്ല് തേടി പിടിച്ച് ഉണ്ടാക്കുമായിരുന്നു. അല്ലെങ്കിൽ അവർ ഇത്രയും റീജിയനിലുണ്ട്, പലതരത്തിലുള്ള കല്ലുകൾ അവൈലബിൾ ആണ്. എന്നാൽ പോലും അവർ ഏറ്റവും കൂടുതൽ ഇതെന്നാൽ സൊഹേനിയൻ കൾച്ചറിനെ ബാധിക്കുന്നില്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അതിനെ ബാധിക്കുന്നില്ല. പക്ഷെ അക്യുലൈൻ കൾച്ചർ ഇത്രയും റീജിയനിൽ ഉണ്ടെങ്കിലും അവർക്ക് പലതരത്തിലുള്ള കല്ലുകൾ കിട്ടുമായിരുന്നിട്ട് പോലും അവർ ക്വാർട്സൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ അവരുടെ റോ മെറ്റീരിയൽസ്, ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കോർട്സും ചിലപ്പോൾ കോർട്സൈറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കണ്ടോ, ഇതാണ് കോർട്സ് കുറച്ചുകൂടെ ക്രിസ്റ്റലൈൻ ആണ്. കോർട്സൈറ്റ്, ദിസ് ഇസ് കോർട്സ്. ഓക്കെ, അപ്പം അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കോർട്സൈറ്റ് ആണ്. ഒക്കേഷണലി കോർട്സും യൂസ് ചെയ്തിരുന്നു. ഇതേ സമയം ഇന്ത്യയിലെ ഹൂഗ്ലി എന്നൊരു സ്ഥലം, കർണാടകയിലുള്ള ഹൂഗ്ലിയാണ്, ഹൂഗ്ലി എന്നൊരു സ്ഥലത്ത്, HUGLI, ഹൂഗ്ലി എന്ന സ്ഥലത്ത് ലൈം സ്റ്റോണും യൂസ് ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഹൂഗ്ലി എന്ന സ്ഥലത്ത് ലൈം സ്റ്റോണും യൂസ് ചെയ്തു. ദിസ് ഇസ് ലൈം സ്റ്റോൺ, അതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ലോവർ പാലിയോലിത്തിക് കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് മിഡിൽ പാലിയോലിത്തിക് ഇറ. ഇതിനെക്കാട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ഓരോന്നിന്റെ ഭയങ്കര ഇടിച്ചിടിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. നെക്സ്റ്റ് ഇസ് ഈ അക്യുലൈൻ കൾച്ചർ സ്ലോലി ട്രാൻസ്ഫോം ചെയ്ത് മിഡിൽ പാലിയോലിത്തിക് ഇറയായിട്ട് മാറി. എന്ന് വെച്ചാൽ ടൂൾസ് ഒക്കെ അവർ ഷട്ട് ഡൗൺ ചെയ്തു. എന്നിട്ട് മിഡിൽ പാലിയോലിത്തിക്കിലേക്ക് വരികയാണ്. ഇനി എന്തൊക്കെയാണ് ടൂൾസ് യൂസ്ഡ് ഇൻ മിഡിൽ പാലിയോലിത്തിക് ചോദിച്ചാൽ മെയിൻ ആയിട്ട് 2 സ്റ്റോൺസ് ആണ്. ഈ 2 സ്റ്റോൺസ് നിങ്ങൾ മറക്കരുത്. ചേർട്ട്, ഫസ്റ്റിന്റെ പേര് ചേർട്ട്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചേർട്ട് എന്ന് ഞാൻ പറയും. ചേർട്ടും ജാസ്പേഴ്സുമാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ലോകത്തിൽ എവിടെയായാലും മിഡിൽ പാലിയോലിത്തിക് സമയത്ത് യൂസ് ചെയ്തിരുന്ന സ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേർട്ട്സും ജാസ്പേഴ്സുമാണ്. ചേർട്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഒരു പ്രത്യേക കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പ്രത്യേക ലുക്കാണ് ആ ചേർട്ടിന്. ജാസ്പർ പെട്ടെന്ന് തിരിച്ചറിയാം, റെഡിന്റെ അംശം ഉള്ളത് കാരണം റെഡ് കളറാണ്. അപ്പൊ ജാസ്പേഴ്സും ചേർട്ട്സുമാണ് ഏറ്റവും കൂടുതൽ മിഡിൽ പാലിയോലിത്തിക് ഇറയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മള് കാലം ഇങ്ങോട്ട് നമ്മളിലേക്ക് അടുത്തേക്ക് വരുംതോറും ഇവര് ഉപയോഗിക്കുന്ന വെപ്പൺസിന്റെ ഇത് തിന്നർ ആയിക്കൊണ്ടിരുന്നു, ലൈറ്ററായി, സ്മോൾ ആയി. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയ സിസ്റ്റം കൊണ്ട് നടക്കുമായിരുന്നു അല്ലെ, വലിയ ലാപ്ടോപ്പും നല്ല ഹെവി ലാപ്ടോപ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് സിസ്റ്റം ഒക്കെ വലുതാണ്. പക്ഷെ ഇന്ന് നമുക്ക് വളരെ വളരെ എന്താ പറയാ, സ്ലൈഡി ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ലൈമി ആയിട്ടുള്ള സിസ്റ്റംസും ഇങ്ങനെ വീതി കുറഞ്ഞ സിസ്റ്റംസ് കിട്ടുന്നു എന്ന് പറയുന്ന പോലെ കാലം അങ്ങോട്ട് കഴിയും തോറും ഇവരുടെ വെപ്പൺസിന്റെ ആ ക്രൂഡിറ്റി കുറഞ്ഞിട്ട് കുറച്ചും കൂടെ പോളിഷ്ഡ് ആവാൻ തുടങ്ങി. അതാണ് ഈ മിഡിൽ പാലിയോലിത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ജാസ്പറിന്റെയും ചേർട്ടിന്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ ഫൈൻ ഗ്രൈൻഡ് സൈലീഷ്യസ് റോക്സ് ആണ് ജാസ്പേഴ്സും ചേർട്ട്സും എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അപ്പർ പാലിയോലിത്തിക്. അപ്പർ പാലിയോലിത്തിക് ഇറ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പർട്ടിക്കുലർ സൈറ്റ് തുടങ്ങുന്നത് അപ്പർ പാലിയോലിത്തിക്കിലാണ്. അതുകൊണ്ട് അപ്പർ പാലിയോലിത്തിക് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക. അതിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഭീംബേദക റോക്ക് ഷെൽട്ടർ. ഈ ഭീംബേദക റോക്ക് ഷെൽട്ടർ എന്ന് പറയുന്നത് പാലിയോലിത്തിക് മാത്രമല്ല, അപ്പർ പാലിയോലിത്തിക് തുടങ്ങി അത് പിന്നീട് ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് പാലിയോലിത്തിക്കിൽ മാത്രം നിൽക്കുന്ന ഒരു സൈറ്റ് മാത്രമല്ല ഈ ഭീംബേദക എന്ന് പറയുന്നത്. അപ്പൊ ഭീംബേദക റോക്ക് ഷെൽട്ടേഴ്സ്, ഭീംബേദക റോക്ക് ഷെൽട്ടേഴ്സ്
ഒരു പാലിയോലിത്തിക് സൈറ്റ് ആണ്, ഇന്ത്യയിലുള്ളതാണ്, മധ്യപ്രദേശിലുള്ളതാണ്, ഭോപ്പാലിന്റെ അടുത്ത് ഉള്ള ഒരു സൈറ്റ് ആണ്. ഇന്ത്യയുടെ മധ്യപ്രദേശിലെ നിങ്ങൾ ഇനിയെങ്കിലും ഈ ഒരു പിക്ചർ മനസ്സിൽ സൂക്ഷിക്കുക. കേവ് പെയിന്റിങ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. കണ്ടോ, നിങ്ങൾക്ക് അതിൽ ആനിമൽസിനെ കാണാം, വെപ്പൺസിനെ കാണാം, മനുഷ്യനെ കാണാം, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഈ പെയിന്റിങ്സ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം അതൊക്കെയാണ്. ദിസ് ഇസ് ഭീംബേദക കേവ് പെയിന്റിങ്സ് എന്ന് പറയുന്നത്. സോ ഈ ഭീംബേദക കേവ് പെയിന്റിങ്സിനെ കുറിച്ച് ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട്, ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഭീംബേദക റോക്ക് ഷെൽട്ടേഴ്സ് ഉള്ളത് ഞാൻ പറഞ്ഞു റൈസൻ ഡിസ്ട്രിക്റ്റ് ആണ്. റൈസൻ ഡിസ്ട്രിക്ട് മധ്യപ്രദേശ് നിയർ ഭോപ്പാലാണ്. നമ്മുടെ വിന്ധ്യാചൽ ഹിൽസിന്റെ ഒക്കെ എഡ്ജിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഏകദേശം 1,00,000 വർഷത്തിന് മേളില് പാലിയോലിത്തിക് സൈറ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ആർക്കിയോളജിസ്റ്റ് പറയുന്നത്. ഇത് ഇന്ത്യയിലുള്ളതിൽ ഇതാണ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് മോസ്റ്റ് എക്സ്ക്ലൂസീവ് പാലിയോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യ വിച്ച് കണ്ടെയ്ൻസ് റോക്ക് പെയിന്റിങ്സ് ആൻഡ് കേവിങ്സ്. ഓക്കെ, ഇത് പാലിയോലിത്തിക്കിൽ മാത്രമല്ലാന്ന് ഞാൻ പറഞ്ഞു. മീസോലിത്തിക് ഉണ്ട് ഇതിനകത്ത്, ചാൾക്കോലിത്തിക് ഉണ്ട്, ഏർലി ഹിസ്റ്റോറിക് ഉണ്ട്, ഈവൻ മിഡീവൽ പെയിന്റിങ്സ് വരെ ഈ ഭീംബേദകത്ത് ഉണ്ട്. അപ്പം ലേറ്റർ പാലിയോലിത്തിക് തുടങ്ങി മിഡീവൽ പീരീഡ് വരെയുള്ള ലേഖനങ്ങളും അല്ലെങ്കിൽ അതിന്റെ പെയിന്റിങ്സും എല്ലാം ഇതിനകത്ത് ഭീംബേദകത്തുണ്ട്. ലേഖനങ്ങളല്ല, പെയിന്റിങ്സ് ഭീംബേദകത്തുണ്ട്. സോ അതിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അംഗീകരിച്ചൊരു സ്ഥലമാണ് ഭീംബേദക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ UPSC. അപ്പൊ ഭീംബേദക കേവ് പെയിന്റിങ്സ്, ഭീംബേദക കേവ് അല്ലെങ്കിൽ ഭീംബേദക ആർക്കിടെക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അപ്പർ പാലിയോലിത്തിക് സൈറ്റ് ആണെങ്കിലും അങ്ങനെ തുടങ്ങി മീസോലിത്തിക്കിലേക്കും നിയോലിത്തിക്കിലേക്കും ഏർലി ഹിസ്റ്ററിയിലേക്കും മിഡിവലിലൊക്കെ പോയിട്ടുണ്ട്. ഇത്രയും യാത്ര നടത്തിയ ഒരു ഗുഹാ സമുച്ചയമാണ് ഭീംബേദക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എഴുതേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ തുടക്കത്തില് പണ്ട് കാലത്ത്, അതായത് ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 80s മുന്നേ തോന്നുന്നു, ഇതൊരു ബുദ്ധിസ്റ്റ് സൈറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ബുദ്ധമതക്കാരുടെ സൈറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷെ കുറെ കഴിഞ്ഞിട്ടാണ് ഇതൊരു ബുദ്ധിസ്റ്റ് സൈറ്റ്, അവിടെ ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും അതിനും മുന്നേ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പാലിയോലിത്തിക് ഇറയിലേ ഇതിനകത്ത് പെയിന്റിങ്സ് വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹത്തിന്റെ പേര് വിഷ്ണു ശ്രീധർ എന്നാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പേരാണ് വിഷ്ണു ശ്രീധർ ബക്കാങ്കർ. WAKANKAR, വിഷ്ണു ശ്രീധർ ബക്കാങ്കർ. വിഷ്ണു ശ്രീധർ ബക്കാങ്കർ ആണ് കണ്ടുപിടിച്ചത്. ഇതൊരു വെറും ബുദ്ധിസ്റ്റ് സൈറ്റ് മാത്രമല്ല, അത് ബുദ്ധിസ്റ്റ് മുതലുള്ള കാര്യമല്ല ഇതിൽ പറയുന്നത്, പാലിയോലിത്തിക് കൾച്ചർ പറയുന്നുണ്ട്. അതും അപ്പർ പാലിയോലിത്തിക് കൾച്ചർ മുതൽ ഇതിനകത്ത് പറയുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? വിഷ്ണു ശ്രീധർ ബക്കാങ്കർ ആണ്. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് റോക്ക് ആർട്ട് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫാദർ ഓഫ് റോക്ക് ആർട്ട് ഇൻ ഇന്ത്യ. ഓക്കെ, അങ്ങനെ 1970 വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നു. സോ ദിസ് ഈസ് ഭീംബേദക, റിയലി ബ്യൂട്ടിഫുൾ. ഇനി ഇത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് പാലിയോലിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യ. നിങ്ങൾ അപ്പർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക്, ലോവർ പാലിയോലിത്തിക് ഓരോ സൈറ്റും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ എടുത്തിട്ട് സൈറ്റുകളുടെ പേര് എഴുതി വെക്കുക. സോ Lingsugger in Raichur district, Karnataka was the first site to be discovered from India. So ഇന്ത്യയിലെ പാലിയോലിത്തിക് സൈറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത സംഭവം ഇതാണ്. അത് കഴിഞ്ഞിട്ട് ലിതർ ലിവർ, സൊഹാൻ വാലി, ബാങ്ക്സ് ഓഫ് റിവർ ബിയാസ്, പിന്നെ ചിത്തോർഗർ, റിവർ വഗൂൺ, റിവർ സബർമതി, മാഹി ബേസിൻ, അങ്ങനെ 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 കുറെ പഠിക്കുക. ഇതെല്ലാം കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അതില് ഫസ്റ്റ് കർണാടക വാസ് ദ ഫസ്റ്റ് സൈറ്റ് ടു ബി ഡിസ്കവർഡ് ഫ്രം ഇന്ത്യ എന്നുള്ളത് പഠിക്കുക. അത് കഴിഞ്ഞ് ആതിരം പക്കം, നമുക്ക് ഒരു പേരാണ്, തമിഴ്നാടിനടുത്ത്, അത് തമിഴ്നാട്ടില്. അപ്പൊ ഇതിങ്ങനെയുള്ള കുറച്ച് സൈറ്റുകൾ ഓടിച്ചു വായിച്ച ഒരു ബോധം ഉണ്ടാവണം. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുക. ലിങ്സുഗറും റായ്ചൂർ ഡിസ്ട്രിക്ട് ഒരു ഫ്യൂച്ചർ ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഭീംബേദക മറക്കാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് മീസോലിത്തിക് ഇറ. അപ്പൊ എന്താണ് മീസോലിത്തിക് ഇറ എന്ന് വെച്ചാൽ മിഡിൽ സ്റ്റോണേജ്, അതാണ് മീസോലിത്തിക് ഇറ എന്ന് പറയുന്നത്. മിഡിൽ സ്റ്റോണേജ് എന്ന് വെച്ചാൽ എന്താണ്? അല്ലെങ്കിൽ കണക്ഷൻ പീരീഡ്, ട്രാൻസിഷൻ പീരീഡ്, ഓൾഡ് സ്റ്റോണേജിലും ന്യൂ സ്റ്റോണേജിനെ കണക്ട് ചെയ്യുന്ന ഇടയ്ക്കുള്ള ഏജ് ആണ് മീസോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒറ്റ പോയിന്റ് ആണ് മൈക്രോലിത്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് ഏത് ഏജിലാണെന്ന് ചോദിച്ചാൽ അത് പാലിയോ അല്ല, നിയോ അല്ല, ചാൾക്കോ അല്ല, മീസോലിത്തിക് ആണ്. എം വെച്ച് ഓർക്കുക, മീസോലിത്തിക്കിന്റെ എം വെച്ച് ഓർക്കുക, എം. അപ്പൊ മീസോലിത്തിക്കിന്റെ എമ്മും മൈക്രോലിത്സും. സോ മീസോലിത്തിക് ഇറയിലാണ് മൈക്രോലിത്സ് ഉണ്ടായത്. എന്താ മൈക്രോലിത്സ് എന്ന് ഞാൻ പറയാം.
നെക്സ്റ്റ് ഈസ് ഈ പീരീഡിന്റെ പ്രത്യേകത ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് വെർ സീൻ ഫോർ ദ ഫസ്റ്റ് ടൈം. അതിൽ ആദ്യത്തെ ആനിമൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് ഒരു ഡോഗിന്റെ പഴയ ഒരു ആൻസിസ്റ്ററിനെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഹണ്ടിങ്ങും ഫുഡ് ഗ്യാതറിംഗും ഒക്കെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ആദ്യത്തെ ഹ്യൂമൻ കൊളനൈസേഷൻ ഗംഗാ പ്ലെയിൻസിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മീസോലിത്തിക് ഏജിലാണ്. ഇതാണ് മൈക്രോലിത്സ് എന്ന് പറയുന്നത്. മൈക്രോലിത്സ് കണ്ടോ, വലിയ നീളമില്ല. നിങ്ങൾ അതിൽ ഏറ്റവും നീളം കൂടുതലിനെ പോലും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് നീളമൊന്നും അതിലില്ല. ഏകദേശം ഒരു 5 സെന്റിമീറ്റർ, അതിനപ്പുറത്തേക്ക് നീളം പോകത്തില്ല. അത്രയും കുഞ്ഞു ആയുധങ്ങൾ, സ്റ്റോൺ ടൂൾസിനെയാണ് നമ്മൾ മൈക്രോലിത്സ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിന്റെ പർപ്പസ് അതിഭീകരമാണ്. ആ പർപ്പസിന് അത് കറക്റ്റ് നമ്മൾ പറയത്തില്ല, ഒരു തുള്ളി വിഷം മതി ഒരാളെ കൊല്ലാന്ന് പറയുന്ന പോലെയാണ്. ഇതിന്റെ പർപ്പസ് അത് കറക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ നീളമുള്ള സംഭവമാണ് മൈക്രോലിത്സ് എന്ന് പറയുന്നത്. സ്മോളർ ഇൻ സൈസ് ആണ്, ബട്ട് ബെറ്റർ ഇൻ ഫിനിഷിംഗ് ആണ്. അടുത്തൊരു പടം കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് നിങ്ങൾ ഒരു വൈഡ് ആംഗിൾ പിക്ചർ ആണ്, അത്ര ക്ലിയർ അല്ല. പക്ഷെ മൈക്രോലിത്സ് ഇത്രയേ ഉള്ളൂ. സ്മോളർ ഇൻ മൈക്രോലിത്സ് ഷോർട്ട് നോട്ട് ഫോർ UPSC സൈഡിൽ മാർക്ക് ചെയ്തിടുക. മൈക്രോലിത്സ്, മൈക്രോ എന്ന് വെച്ചാൽ കുഞ്ഞ്, ലിത്ത് എന്ന് വെച്ചാൽ കല്ല്, കുഞ്ഞു കല്ലുകൾ. അത് നമ്മൾ നമ്മുടെ മാനുവലി പോളിഷ് ചെയ്തെടുക്കുന്നതാണ്. സോ ഈ മൈക്രോലിത്സ് സ്മോളർ ഇൻ സൈസ്, ബെറ്റർ ഇൻ ഫിനിഷിംഗ് ആണ്. അതായത് മോർ ജിയോമെട്രിക് എന്ന് പറയാം. നിങ്ങൾ നേരത്തെ കണ്ട വെപ്പൺസ് ഒക്കെ നോക്കുമ്പോൾ എന്താണ്, ക്രൂഡാണ്, അത് അത്രയ്ക്ക് ഫിനിഷ് ഒന്നുമില്ല. മോർ ജോമെട്രിക് ആണ് മൈക്രോലിത്സ് എന്ന് പറയുന്നത് ദാൻ ദ പാലിയോലിത്തിക് ഏജ്. ഇതിനെയാണ് നമ്മൾ മൈക്രോലിത്സ് എന്ന് വിളിക്കുന്നത്. 1 മുതൽ 5 സെന്റിമീറ്റർ വരെ ഇതിന് നീളം ഉണ്ടാവാം, അല്ലാണ്ട് അതിനപ്പുറം പോകാറില്ല. 1 സെന്റിമീറ്റർ മുതൽ 5 സെന്റിമീറ്റർ വരെ നീളമുള്ള ടൂൾസിനെയാണ് നമ്മൾ മൈക്രോലിത്സ് എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് ദ ഇൻഡെൻസിബിൾ പാർട്ട് ഓഫ് മീസോലിത്തിക് ഇറ. പിന്നെ ഈ സാധനം അവർ ഇങ്ങനെ കയ്യിൽ വെച്ച് ഉപയോഗിക്കും. നീളമുള്ള കമ്പുകൾക്ക് അറ്റത്ത് നമ്മൾ കുന്തമൊക്കെ ആയിട്ട് ഉപയോഗിക്കില്ല, അതിന് വേണ്ടിയിട്ട് അവർ ഡാഗേഴ്സ് ആയിട്ടും കുന്തമായിട്ടൊക്കെ അവരിത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ശരി. അടുത്തത് എങ്ങനെയാണ് അവർ ഫിറ്റ് ചെയ്യുക? ബോൺ എവിടെയായിരിക്കും ഒരു ഫിറ്റ് ചെയ്യുക? ഒരു ബോൺ ഉണ്ടെന്ന് വെക്കുക, ഒരു ആനിമലിന്റെ ബോൺ ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ വുഡ് ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള പല ഏതെങ്കിലും ഒരു മാനിന്റെ കൊമ്പ് ഉണ്ടെങ്കിൽ കൊമ്പ്, ഇതിന്റെയൊക്കെ അറ്റത്ത് ഈ നല്ല പോലെ മൂർച്ചയേറിയ ഈ ബ്ലൈഡുകൾ അവർ നാച്ചുറൽ അഡ്ഹസീവ്സ് ആയിട്ടുള്ള ഗമ്മും റസിനും ഒക്കെ ഉപയോഗിച്ച് ഒട്ടിച്ച് കെട്ടിയൊക്കെ വയ്ക്കാറുണ്ട്. അങ്ങനെ ഒരു കുന്തമായിട്ടും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ മൈക്രോലിത്സ് എന്ന് പറയും. മൈക്രോലിത്സ് ആർ റിയലി ഇമ്പോർട്ടന്റ്. ഇത് നിങ്ങൾ കണ്ടേ, ഇതാണ് ഒരു പക്കാ മൈക്രോലിത്തിന്റെ പടം കണ്ടോ. ഇതിന് 0 to 3 സെന്റിമീറ്റർ എന്നേ പറയുന്നുള്ളൂ, പക്ഷെ 5 സെന്റിമീറ്റർ വരെ പോവാം. 0 to 5 അല്ലെങ്കിൽ 1 to 5 സെന്റിമീറ്റർ വരെ നീളമുള്ള tool weapons that are the unique feature of Mesolithic era are called microliths. Major sites ഏതൊക്കെയാണ്? പിന്നെ സറൈ നഹറായ്. Next is Neolithic age. Neolithic age starting of agriculture ആണ്. അഗ്രികൾച്ചറിന്റെ സ്റ്റാർട്ടിംഗ് ആണ് Neolithic age. നിങ്ങൾ ഈ ഒരു വ്യത്യാസം മാത്രം പഠിച്ചാൽ മതി. അതുപോലെ തന്നെ മൂവിങ് ഫ്രം നൊമാഡിക് ലൈഫ്, ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതിൽ നിന്ന് സെറ്റിൽ ലൈഫിലേക്ക് വരിക. വീല് ഡിസ്കവർ ചെയ്തു. അതുപോലെ റാഗി, വീറ്റ്, ഹോൾസ് ഗ്രാം ഒക്കെ നിയോലിത്തിക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇൻഡസ് വാലിക്കകത്ത് റാഗി ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇൻഡസ് വാലി, പക്ഷെ അവിടെ റാഗി ഉണ്ടായിരുന്നില്ല. ദേ ന്യൂ ടു മേക്ക് ഫയർ എങ്ങനെ ഉണ്ടാക്കണം അറിയാമായിരുന്നു. സാർക്കും പോർട്രി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് വരുന്നത് ആർട്ട് ഇതില് ആർട്ട് പണ്ട് മുതലേ ഉണ്ട്. പാലിയോലിത്തിക് ഏജ് മുതലേ ആർട്ട് ഉണ്ടെങ്കിലും ഡാൻസിങ്ങിന്റെ ഒരു ആർട്ട് കേവ് പെനിൻസുല ആദ്യമായിട്ട് നമുക്ക് കിട്ടിയത് നിയോലിത്തിക് പീരീഡിലാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്റൻഷണൽ ഡിസ്പോസൽ ഓഫ് ഡെത്ത്. പണ്ടൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഡിസ്പോസ് ചെയ്യുക അങ്ങനൊന്നുമില്ല. ഇത് ഇന്റൻഷണൽ ആയിട്ട് അയാളെ ഒരിടത്ത് അടക്കുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഏജ് നിയോലിത്തിക് ഏജ് മുതലാണ്. ന്യൂസ്, അതുകൊണ്ട് നമ്മൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ അതിനെ ന്യൂ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ മെയിൻ സൈസ് എന്ന് പറഞ്ഞാൽ ഇനാംഗാവൺ ഉണ്ട്, ബുർസാമും ഉണ്ട്. അത് കാശ്മീരിലാണ്. ഈ ബുർസാവണും മെഹർഗർക്കും ഈ രണ്ടും നിങ്ങൾ ഈ രണ്ട് സൈറ്റും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് സൈറ്റിനെ കുറിച്ച് ഷോർട്ട് നോട്ട്സ് ഇന്ന് തന്നെ തയ്യാറാക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആവുള്ളൂ. ബുർസാവണും മെഹർഗർഗിന്റെ ഷോർട്ട് നോട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ പറയാണ് ബുർസാവണും മെഹർഗർഗും. ബുർസാവൺ ഇൻ കാശ്മീർ, മെഹർഗർഗ് ഇൻ പാകിസ്ഥാൻ. നിങ്ങളുടെ എൻസൈറ്റ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതുണ്ട്. പിന്നെ ജജലി ഹഡിങ് ത്രിപുര, ആസാം. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള സൈറ്റാണ്. ഹലൂർ പിന്നെ ചിലണ്ടാകട്ടെ. പക്ഷെ ബുർസാവണും മെഹർഗർഗിനും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതാണ് ഇന്നത്തെ നിങ്ങളുടെ അസൈൻമെന്റ് ആയിട്ട് ഞാൻ തരുന്നത്.
നെക്സ്റ്റ് ഇസ് ചാൽക്കോലിത്തിക് ഏജ്. ചാൽക്കോലിത്തിക് ഏജ് എന്താണ്? മെറ്റൽ ഏജ് ആണ്. ഈ മെറ്റൽ ഏജ് കോപ്പർ, ബ്രോൺസ് ഉണ്ട്, പിന്നെ അയൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ കോപ്പറും ബ്രോൺസും ഏജിനും എക്സാമ്പിൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. അയൺ ഏജിന് എക്സാമ്പിൾ ഫ്രം വേദിക് ഏജ് എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതിന്റെ അർത്ഥം വേദിക് ഏജ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഞാൻ സിലബസ് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആ സിലബസിൽ എന്താ ഞാൻ പറഞ്ഞത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് സിവിലൈസേഷൻ, പിന്നെന്താണ്, പിന്നെ ബുദ്ധിസം, ജൈനിസം എന്നൊക്കെ പറഞ്ഞ് കുറെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇൻഡസ് വാലി, വേദിക്, ബുദ്ധിസം, ജൈനിസം, ഈ എല്ലാ ഏജിനകത്തും വരുന്ന ഒരു സംഭവമാണ് എന്ത്? നമ്മുടെ അയൺ ഏജ് എന്ന് പറയുന്നത്. ഞാൻ ഫുൾ എടുത്തിട്ട് പോകുന്നതിനെക്കാട്ടിലും പോട്ടെ, എന്തായാലും നോക്കാം. തുടക്കത്തിലെ സിലബസ് എല്ലാം എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതില് ആദ്യം പറഞ്ഞ ഇൻഡസ് വാലി, ഇൻഡസ് വാലിയിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? ബ്രോൺസ് അല്ലെങ്കിൽ കോപ്പർ വരുന്നുള്ളൂ. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സമയത്ത് എന്ത് കണ്ടുപിടിച്ചിട്ടില്ല? അയൺ കണ്ടുപിടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള വേദിക് പീരീഡ്, വേദിക് പീരീഡിന് കുറച്ച് കഴിഞ്ഞ്, വേദിക് പീരീഡ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് അയൺ കണ്ടുപിടിക്കുന്നത്. ബുദ്ധിസം, ജൈനിസം, മഹാജനപദാസ്, റൈസ് ഓഫ് മഗധ, ഇറാനിയൻ മാസിഡോണിയൻ ഇൻവേഷൻ, മൗര്യാസ്, പോസ്റ്റ് മൗര്യാസ്, ഗുപ്താസ്, പോസ്റ്റ് ഗുപ്താസ്. ഇപ്പോഴും ഇനി 2020 നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അത് ഉപയോഗിക്കുന്നുണ്ട്. സോ പ്രീ ഹിസ്റ്ററി എന്താ നിങ്ങൾക്ക് അറിയാം? ഏജസ് ഡിവൈഡഡ് ഇൻടു സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ്, അയൺ ഏജ്. അതിന്റെ ടൈം സ്പാൻ നിങ്ങൾക്ക് അറിയാം. പാലിയോലിത്തിക് ഏജ്, അതിന്റെ ഡിവിഷൻസ്, ഉപയോഗിച്ചിരുന്ന കോഴ്സ് ആൻഡ് ഫ്ലേക്സ് ആണെന്ന് അറിയാം. അത് കഴിഞ്ഞ് സൊഹേനിയൻ ആൻഡ് അക്വിലിയൻ കൾച്ചർ ആണ് പാലിയോലിത്തിക്കിൽ ഏറ്റവും നമ്മൾ ഡിസ്റ്റിങ് ആയിട്ട് പഠിക്കേണ്ടത് എന്റെ കൾച്ചർ എന്ന് പറഞ്ഞു. അതിൽ സൊഹേനിയൻ അക്വിലിയൻ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഗുഡ്സാവെന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് നിങ്ങളുടെ അസൈൻമെന്റ് ആണ്. നെക്സ്റ്റ് ഈസ് സൊഹേനിയൻ കൾച്ചർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അവർ യൂസ് ചെയ്തിരുന്ന പെബിൾ ചോപ്പേഴ്സ് ആണ്. ദിസ് ഇസ് പെബിൾ ചോപ്പേഴ്സ്, പിന്നെ പെബിൾ ബ്ലേഡ്സ്. അത് കഴിഞ്ഞ് അക്വിലിയൻ കൾച്ചർ വരുന്നുണ്ട്. അതിൽ പോളിഹെഡ്രൻസ് ഉണ്ട്, സ്പിറോയിഡ്സ് ഉണ്ട്, ഡിസ്കോയിഡ്സ് ഉണ്ട്, ഡിസ്ക് പോലെ ഇരിക്കുന്ന ഹാൻഡ് ആക്സസ് ഉണ്ട്, ക്ലീവേഴ്സ് ഉണ്ട്, സ്ക്രേപ്പേഴ്സ് ഉണ്ട്, ഡെന്റിക്കുലേറ്റ്സ് ഉണ്ട്, കോട്സൈറ്റ് ഉണ്ട്. കോട്സൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ. കോട്സൈറ്റ് എന്നുള്ളത് ഒരു വെപ്പന്റെ പേരല്ല കേട്ടോ. കോട്സൈറ്റ് അവർ ഉപയോഗിച്ചിരുന്ന കല്ലിന്റെ പേര്, വെപ്പൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കല്ല് മെയിൻ ആയിട്ട് കോട്സൈറ്റ് ആയിരുന്നു. ചില സമയത്ത് കോട്സും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കർണാടക ഭാഗത്ത് ഹൂപ്പിലുള്ള ആൾക്കാർ ലൈം സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മിഡിൽ പാലിയോലിത്തിക് ഇറ എന്ന് പറയുന്നത് ചേർട്ടും ജാസ്പേഴ്സും ഉപയോഗിക്കുന്ന ഇറയാണ്. അപ്പർ പാലിയോലിത്തിക് ഇറയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ പ്രത്യേകത ഭീംബേദക റോക്ക് ഷെൽട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പർ പാലിയോലിത്തിക്കിലാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫോർ UPSC. ഇമ്പോർട്ടന്റ് പാലിയോലിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യ. അത് കഴിഞ്ഞ് മീസോലിത്തിക് ഇറ. ഇത് ആ സമയത്തുണ്ടായ ലൈഫിലെ ചേഞ്ച് എന്തൊക്കെയാണ്? പാലിയോലിത്തിക്കിൽ നിന്ന് മീസോലിത്തിക്കിലേക്ക് വന്നപ്പോൾ മൈക്രോലിറ്റ്സ് ആയി, കുറച്ചും കൂടെ പോളിഷ്ഡ് ആയി, സോഫിസ്റ്റിക്കേറ്റഡ് ആയി, കുറച്ച് ജോമെട്രിക് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും ഫുഡ് ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഒരു തരത്തിലുള്ള ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ അത് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ആനിമൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് ഒരു പഴയ ഫോം ഓഫ് ഡോഗ് ആയിരുന്നു. അതുപോലെ ഫസ്റ്റ് ഹ്യൂമൻ കോളനൈസേഷൻ ഗാനറ്റിക് ബേസിൻ വരുന്നത് മെസോലിത്തിക് ഇറയിലാണ്. അവർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വെപ്പൺസ് എന്ന് പറയുന്നത് മൈക്രോലിറ്റ്സ് ആണ്. 1 മുതൽ 5 സെന്റിമീറ്റർ വരെയുള്ളത് മേജർ സൈറ്റ്സ്. ഇത്രയും ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ ആരോ ഈ ടൂൾസിലൊക്കെ അറ്റത്തവർ വെച്ചിരുന്ന എന്താണ്? ഒരു കുന്തം എടുത്ത കുന്തത്തിന് അറ്റത്തുള്ള ആ മൂർച്ചയുടെ സംഭവം എന്നുള്ള ഒരു മൈക്രോലിത്ത് ആയിരിക്കും. ഓക്കെ, ശരി. നിയോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ പറയാം സ്റ്റാർട്ടിങ് ഓഫ് അഗ്രികൾച്ചർ ആണ്. പിന്നെ സെറ്റിൽ ലൈഫിലോട്ട് അവർ വന്നു. വീട് അതേപോലെ മോട്ടറി അതൊക്കെ ഡിസ്കവർ ചെയ്തു. അതുപോലെ ഡാൻസിങ് ഇൻ ദ ഫോം ഓഫ് ആർട്ട് കാണാൻ പറ്റി കേവ്സിനകത്ത്. പിന്നെ ഡെത്തിനെ ആദ്യമായിട്ട് അവർ മനഃപൂർവ്വമായി കൊണ്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് സൈറ്റ്സ് അതിൽ ബുർസാവനും മെഹർഗറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് നോട്ട് അത് UPSC ഇമ്പോർട്ടന്റ് ആണ്. ദൗജാലി ഹർഡിങ്ങും ഞാൻ പറയും ഒരു ചെറിയ ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ. ബിക്കോസ് ഇത് ഫ്യൂച്ചർ ഇതൊരു ചോദിക്കാൻ ചാൻസ് ഇതുവരെ അത് ചോദിച്ചിട്ടില്ല. എപ്പോഴും ചോദിക്കുന്നത് ബുർസാവനും മെഹർഗറുമാണ്. അപ്പോൾ ദൗജാലി ഹർഡിങ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സമയമുള്ളവർ, ഒരു സമയമില്ലല്ലോ നിങ്ങൾക്ക് ആമസോൺ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ നോക്കാൻ സമയമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പഠിക്കാൻ പറയാൻ നിങ്ങളുടെ സമയം കണക്കില്ല. അപ്പോൾ നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്റെ മെയിലിലോട്ട് നിങ്ങൾ അസൈൻമെന്റ് അയച്ചിരിക്കണം. അയച്ചാൽ മാത്രമേ അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ബുർസാഹുവിനും മെഹർഗറിന്റെ ഷോർട്ട് നോട്ട് തയ്യാറാക്കി അസൈൻമെന്റ് അയക്കുക. സമയമുള്ള ആൾക്കാർ ദൗജാലി ഹർഡിങ് അയക്കുക. അത് കഴിഞ്ഞ് ചാൽക്കോലിത്തിക് ഏജ് ഞാൻ പറഞ്ഞു. കോപ്പർ, ബ്രോൺസ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് അതിന്റെ എക്സാമ്പിൾ. അയൺ ഏജിന്റെ എക്സാമ്പിൾ വേദിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. സോ എന്താ ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ ദിസ് ഇസ് ദ എൻഡ് ഓഫ് പ്രീ ഹിസ്റ്ററി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻസൈറ്റ് ബുക്കിനകത്തുള്ള പ്രീ ഹിസ്റ്ററി വായിക്കുക.
എക്സ്ട്രാ എന്തെങ്കിലും ഞാൻ വിട്ടുപോയ പോയിന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് നോട്ട് ഡൗൺ ചെയ്യാം. അതോടുകൂടി ഇത്രയേ ഉള്ളൂ പ്രീ ഹിസ്റ്ററി. ഇതിനു വേണ്ടി ഒരുപാട് ബുക്സ് ഒന്നും ദയവേത് റെഫർ ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ദയവേത് ചെയ്യരുത്. പുതിയ കുട്ടികൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം NCERT തീർക്കുക. NCERT 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ഹിസ്റ്ററി തീർക്കുക. തീർത്തതിന് ശേഷം വേറെ എന്ത് ബുക്കും വായിക്കാവും. വേറൊരു ബുക്കും വായിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, NCERT തീർക്കുക. NCERT തീർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം എടുത്ത് 7 മാസം എടുത്ത് 12 മാസം എടുത്ത് തീർക്കുക എന്നുള്ളതല്ല. നിങ്ങൾ പുതിയ കുട്ടികളായിട്ട് ഇവിടെ വന്നേക്കുന്ന കുട്ടികളായാലും മിനിമം നിങ്ങൾക്ക് ഒരു 17-20 വയസ്സെങ്കിലും ഉണ്ടാവില്ലേ? നിങ്ങളെയും കാട്ടിൽ പ്രായം കുറഞ്ഞ പിള്ളേരുടെ ബുക്ക് പഠിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പൊ അത് പഠിക്കാൻ നിങ്ങൾക്ക് 1 മാസത്തിൽ കൂടുതൽ വേണ്ട. 1 മാസം സത്യം പറയാൻ വേണ്ട, 2 ആഴ്ച മതി. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു സമയം നീട്ടി തരുവാണ്. 1 മാസത്തിനുള്ളിൽ NCERT ബുക്ക് എങ്ങനെ പഠിക്കണം? ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ ഒരിക്കലും നോട്ട് പ്രിപ്പയർ ചെയ്യരുത്. സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ, ഞാൻ പലപ്പോഴും ഒരു ബുക്ക് വായിക്കുമ്പോൾ തേർഡ് ടൈം വായിക്കുമ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യാറ്. ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ ഒരിക്കലും നോട്ട് പ്രിപ്പയർ ചെയ്യരുത്. സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ വായിക്കുമ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആ നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്താ പറയാ, ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. UPSC എന്ന എക്സാമിനേഷന് വേണ്ടത് ഭയങ്കരമായിട്ട് റോക്കറ്റ് സയൻസും അസ്ട്രോളജിയും ഒക്കെ പഠിക്കാനുള്ള ഇന്റലിജൻസ് അല്ല, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പഠിക്കാനുള്ള ഇന്റലിജൻസ് അല്ല നമുക്ക് UPSCക്ക് വേണ്ടി വേണ്ടത്. UPSCക്ക് വേണ്ടി വേണ്ടത് സാധാരണക്കാരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. വി ആർ സിവിൽ സർവൻസ്. സിവിൽ സർവൻസ് ആയ നമ്മൾ സിവിലിയൻസിനെ സെർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെ റോക്കറ്റ് സയൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ വെറുക്കും, നമ്മളെ തല്ലി ഓടിക്കും, നമ്മളെ അകറ്റി നിർത്തും. നമ്മൾ അവരുമായിട്ട് അടുത്തിടപഴകി ചെയ്യുന്ന ജോലിയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിന്ന് റോക്കറ്റ് സയൻസ് ഒന്നും UPSC പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും 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 വായിക്കുക. ഞാൻ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി നിങ്ങളോട് ഒരു ചെറിയ ഡൗട്ട് ഇത് ചോദിക്കട്ടെ. ഇല്ല, പഠിച്ചു തുടങ്ങിയ പിള്ളേരെ ഹിസ്റ്ററിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്സ് ഏതൊക്കെയാണ്? പറ്റുവാണെങ്കിൽ ചാറ്റ് ചെയ്തേ. ആരും ബുക്ക് ഉപയോഗിച്ച് തുടങ്ങിയില്ലേ? നന്നായിരിക്കട്ടെ. എല്ലാവരും ഉറങ്ങിയോ? എന്റെ പ്രീ ഹിസ്റ്ററിയുടെ മനോഹരമായ ക്ലാസ് കേട്ട്. NCERT book with syllabus miss പറയാം. NCERT book with syllabus ഓ? NCERT syllabus ഓക്കെ. NCERT 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് ഈ 3 ബുക്കും നിങ്ങൾ ഒന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. NCERT സൈറ്റിൽ ഫ്രീ ഡൗൺലോഡ് ഉണ്ട്. എന്നിട്ട് അതിന്റെ സോഫ്റ്റ് കോപ്പി എടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വായിക്കുകയോ ചെയ്യുക. തമിഴ്നാട് ബോർഡ് ഏൻഷ്യന്റ് ഗുഡ്, അവർ പാസ്റ്റ് എന്ന് പറഞ്ഞ NCERT ബുക്കിന്റെ പേരാണല്ലോ. ഓക്കെ, ഐ മീൻ NCERT or Kerala syllabus. ശർമ്മ 11th NCERT. നോ പോര 1 and 2 എന്ന് ഉദ്ദേശിച്ചത് +1 ഉം +2 ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, അപ്പോ എന്തൊക്കെയോ അറിയാം നിങ്ങൾക്ക് 6th NCERT. ഓക്കെ, ഓക്കെ. ഇതില് കേരള സിലബസ് എഴുതിയ ആൾക്കാര്, അതുപോലെ വിഭജിതയുടെ എഴുതിയ ആൾക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾ എന്ത് ടെക്സ്റ്റ് വായിച്ചിട്ട് ഒരു കാര്യമില്ല, NCERT വായിക്കാതെ ഭയങ്കര പാടായിരിക്കും നിങ്ങൾക്ക് പോയിന്റ്സ് എടുത്ത് പരീക്ഷ എഴുതാൻ. കാരണം NCERT-നെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും നമുക്ക് എന്ത് വരുന്നത്, പോയിന്റ്സ് വരുന്നത്. എന്ത് പോയിന്റ്സ് വരുന്നത്? ആൻസർ ഷീറ്റിനകത്ത് കീ നോട്ട്സിനകത്ത് കീ പോയിന്റ്സ് കൊടുക്കുന്നത് NCERT സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ NCERT എന്നുള്ള അറിവായിരിക്കും. അപ്പൊ NCERT വായിച്ചേ പറ്റും. ഇറ്റ്സ് എ മസ്റ്റ് റീഡ്. 6th മുതൽ 12th വരെയുള്ള NCERT നിർബന്ധമായിട്ടും GS നോക്കൂ. ഇത് ഞാൻ ഈ GS ഹിസ്റ്ററിക്ക് വേണ്ടി പറയുന്ന അതേ കാര്യം തന്നെയാണ് ഓപ്ഷണൽ ഹിസ്റ്ററിക്ക് വേണ്ടിയും പറയുന്നത്. കുറച്ച് 1-2 പുസ്തകം അവിടെ മാറും. അപ്പം ഞാനാണ് നിങ്ങളുടെ ഓപ്ഷണൽ ഹിസ്റ്ററിയുടെ മെന്റർ എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. അത് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നത് ഏകദേശം ഒരു ഓപ്ഷണൽ കുട്ടി പഠിക്കുന്ന ഹിസ്റ്ററിയുടെ അത്രയും തന്നെ നിങ്ങളും പഠിക്കുന്നുണ്ട് GS-ന് വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, പേപ്പർ 1 എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹിസ്റ്ററി ഉണ്ട്. പേപ്പർ 2 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്കൂൾസ് ഓഫ് ഹിസ്റ്ററി ഉണ്ട്. പേപ്പർ 3 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എക്കണോമിക് ഹിസ്റ്ററി ഉണ്ട്. പേപ്പർ 4 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഫിലോസഫിക്കൽ സൈഡ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹെറ്ററോഡോക്സ് ഫിലോസഫി, ഏഷ്യൻ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞ എല്ലാം ഉണ്ട്. എല്ലാ പേപ്പറിലും ഒരുപോലെയുള്ള ഒരു സംഭവമാണ് ഹിസ്റ്ററി. ആ ഹിസ്റ്ററി എന്ന സബ്ജക്ട് നിങ്ങളുടെ GS-ന്റെ ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഹിസ്റ്ററി GS പഠിക്കുന്നു, ഓപ്ഷൻ പഠിക്കുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം സ്ട്രാറ്റജിയിൽ വരുന്ന ചോദിച്ചാൽ വേറെ നിങ്ങൾ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് മാറ്റമില്ല. ഹിസ്റ്ററി എന്ന സിലബസിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മെയിൻസ് ആൻഡ് ഹിസ്റ്ററിയുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ, ഓപ്ഷണൽ ഹിസ്റ്ററിയുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസ് ഹിസ്റ്ററി ആയാലും മെയിൻസ് GS ഹിസ്റ്ററി ആയാലും ഓപ്ഷണൽ ഹിസ്റ്ററി ആയാലും സിലബസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. NCERT സൊല്യൂഷൻസ് എന്ന ആപ്പ് ഇതിനു മുമ്പ് ഞാൻ നോക്കിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഗുഡ് ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് എറേഴ്സ്. നോക്കുമോളെ, എന്താ പറയാ, നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്.
വീട്ടിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു സാമ്പാർ നമ്മൾ ആദ്യം പഠിക്കും. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പോയിട്ട് തൊട്ടടുത്ത വീട്ടിലെ ഒരു കൂട്ടുകാരിയുടെ ഒരു 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 എന്താ പറയാ നിങ്ങളോട് ബേസിക്കലി ഒരു റൈറ്റ് മെത്തേഡ് നമ്മുടെ മനസ്സിൽ എന്താണ് എന്ന് ചോദിച്ചാൽ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കുക. അതിനാവശ്യമായിട്ട് വെജിറ്റബിൾസ് വേണം. എന്ത് വെജിറ്റബിൾസ് അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. വെജിറ്റബിൾസ് വേണം, അതിൽ പരിപ്പ് വേണം, നമുക്കറിയാം, കുറച്ച് കായം വേണം, പിന്നെ കുറച്ച് മസാല വേണം. ഇത്രയും കാര്യങ്ങൾ വേണം നമുക്കറിയാം. ഇത്രയും അറിയാമെങ്കിൽ സാധാരണയായിട്ട് ഒരു ഒരു വെള്ളം പോലെ ഇരിക്കുന്ന സാമ്പാർ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾക്ക് അയാളുടെ ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും. അതുപോലൊരു വെറൈറ്റിയാണ് എന്ത് ഈ NCERT ആപ്പ് സൊല്യൂഷൻസ്, NCERT സൊല്യൂഷൻസ് എന്ന ആപ്പ് എന്ന് പറയുന്നത്. തന്റെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ ടെൻഷൻ ഇല്ല. തന്റെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ തനിക്ക് ഏത് ആപ്പിന് വേണമെങ്കിലും ഫോളോ ചെയ്യാം. പക്ഷെ ഇങ്ങനെ അല്ലല്ലോ NCERT പറഞ്ഞേക്കുന്നത്. എന്താ പ്രശ്നം എന്നറിയോ മോനെ? പ്രശ്നം ഇതാണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ താൻ ഈ NCERT സൊല്യൂഷൻസിനകത്ത് ഒരു ആൻസർ ഉണ്ടെന്ന് വെക്കാം. ഒരു എക്സാമ്പിൾ, NCERT ബുക്കിനകത്ത് ഒരു ആൻസർ ഉണ്ടെന്ന് വെക്കാം. ഈ രണ്ട് ആൻസറിലും നമ്മുടെ UPSC എടുക്കുന്നത് എപ്പോഴും NCERT ബുക്കായിരിക്കും. ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന ബുക്കായിരിക്കും എപ്പോഴും എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ആപ്സ് ഫോളോ ചെയ്യുന്നതിന് മുന്നേ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറയുന്നത്. NCERT പല കുട്ടികളും ഇതിന്റെ വീഡിയോ ക്ലാസ്സസ് അതുപോലെ തന്നെ ഗൈഡ്സ് ഒക്കെ വായിക്കുന്നുണ്ട്. ദയവ് ഇത് ചെയ്യരുത്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് NCERT ബുക്ക് കയ്യിലെടുക്കുക. നിങ്ങളെ കാട്ടി ഇളയ പ്രായമുള്ള പിള്ളേരുടെ ബുക്സ് ആണ് നിങ്ങൾ വായിക്കുന്ന ബോധം നിങ്ങൾ ആദ്യം വയ്ക്കുക. നിങ്ങളോട് തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി വന്നിട്ട് 5ാം ക്ലാസ്സിൽ ഒരു കുട്ടി വന്നിട്ട് പറയാം, ഇപ്പോട്ടെ 5 വേണ്ട 6ാം ക്ലാസ്സും വേണ്ട 8 വെച്ചോ, 8ാം ക്ലാസ്സിൽ ഒരു കുട്ടി വന്നിട്ട് പറയാം, ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, ക്വാറന്റൈൻ ആണ്, ഞാൻ അടുത്ത 8ലോട്ട് പോവാണ്, എനിക്ക് 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു തരുമോ ചേട്ടാ ചേച്ചി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? സമയം ഉണ്ടെങ്കിൽ, സഹായിക്കാൻ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്ന് വെക്കുക, ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ആ കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് ഒരു ഇടയിൽ ഞാൻ മെഡിസിനും എഞ്ചിനീയറിംഗ് പഠിച്ചത്, ഞാൻ ട്രൈ ചെയ്യാം എന്നൊരു ഫസ്റ്റ് ചാപ്റ്റർ വായിച്ച് അത് ഒന്നും കൂടെ വായിച്ച് അതിന്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ആ കുട്ടിയെ വിളിച്ചിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കും. അല്ലെ? അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ സിവിൽ സർവീസിന് വേണ്ടി 8ാം ക്ലാസ്സിലെ NCERT വായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം എടുത്താലും നിങ്ങൾ വായിക്കില്ല. എന്തുകൊണ്ട്? സിവിൽ സർവീസ് എന്നൊരു എക്സാം എന്തോ വലിയൊരു സംഭവമായിട്ട് കരുതുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. സിമ്പിൾ ആയിട്ട് കരുതുക, വളരെ സിമ്പിൾ ആയിട്ട് കരുതുക. ഞാൻ പറയും, ഇന്ത്യയിലെ ടോപ്പ് 5 ECS എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ ആ എക്സാംസിൽ ഒന്നാണ് സിവിൽ സർവീസ്. ബിക്കോസ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് കോമൺ സെൻസ് ആണ്. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്, നിങ്ങൾ ഇടപെടുകാൻ പോകുന്ന മന്ത്രിമാരോട് സംസാരിക്കും, സമ്മതിച്ചു. NCERT is accepted by Kerala syllabus and CBSE also. So which one? നമ്മുടെ NCERTയുടെ ഓതന്റിക് സൈറ്റിനകത്ത് കയറുക. ആ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സ്, NCERTയുടെ സൈറ്റ് ഉണ്ട്, www.ncert.in എന്നോ കോം അങ്ങനെ എന്തോ ആണ്, ഇന്നാണെന്ന് തോന്നുന്നു, കോം അല്ല. അതിനകത്ത് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് PDF അവൈലബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് 3 ബോക്സ് ഇങ്ങനെ വരും. ഫസ്റ്റ് ബോക്സ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് ബോക്സ് സബ്ജക്ട്, തേർഡ് ബോക്സ് ബുക്സ്. ഫോർ എക്സാമ്പിൾ ക്ലാസ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ക്ലാസ് 8 എടുക്കാം. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് 8 ക്ലിക്ക് ചെയ്തു. ക്ലാസ് 8 ക്ലിക്ക് ചെയ്തിട്ട് സെക്കൻഡ് ബോക്സിൽ സോഷ്യൽ സ്റ്റഡീസ് എന്ന് ക്ലിക്ക് ചെയ്താൽ 3ാമത്തെ ബോക്സിൽ 3 പുസ്തകങ്ങളുടെ പേര് വരും. എന്തൊക്കെയായിരുന്നത്? അവർ പാസ്റ്റ് 3 എന്നൊരു പുസ്തകമുണ്ട്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്നൊരു പുസ്തകമുണ്ട്, റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നൊരു പുസ്തകമുണ്ട്. അങ്ങനെ മൊത്തം 3 പുസ്തകമാണ് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് എന്ന സബ്ജക്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാനുള്ളത്. ഇവിടെയാണ് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അത് പറയാൻ വിട്ടുപോയി. 6ാം ക്ലാസ് മുതൽ ഞാൻ ഈ പറഞ്ഞ ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. 6ാം ക്ലാസ് ആദ്യം ക്ലിക്ക് ചെയ്യുക, 7ാം ക്ലാസ് ക്ലിക്ക് ചെയ്യുക, അങ്ങനെ ഓരോ നേരം ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കാനുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ഞാനിപ്പോ 8 ഞാനിപ്പോ പറഞ്ഞത്. 8ലെ 3 പുസ്തകങ്ങളാണ് പഠിക്കാറുള്ളത്. ഒന്ന് അവർ പാസ്റ്റ് 3, അത് ഹിസ്റ്ററി ആയി. റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നൊരു പുസ്തകമുണ്ട്, അത് ജോഗ്രഫി ആയി. അത് കഴിഞ്ഞ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്നൊരു പുസ്തകമുണ്ട്, അത് പൊളിറ്റി ആയി. അങ്ങനെ 3 പുസ്തകമാണ് 8ാം ക്ലാസ്സിൽ NCERTയിൽ പഠിക്കാനുള്ള. അതിനെ കുറിച്ചാണ് മോനെ പറയുന്നത്. NCERT സിലബസ് അല്ലേ, NCERT സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറിയിട്ട് 6 മുതൽ 12 വരെ പുസ്തകങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ കേരള സിലബസ് വായിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം കേരള സിലബസ് ടെക്സ്റ്റ് ബുക്സിനകത്ത് തെറ്റുകളൊന്നും തന്നെ ഇല്ല. നല്ല പുസ്തകം തന്നെയാണ്. വായിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അടിത്തറ കുറച്ചും കൂടെ ശക്തമാകത്തേ ഉള്ളൂ. തമിഴ്നാടിനെ കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് NCERT എക്സലന്റ് ആണ്. നമുക്ക് തന്നെ നാണം തോന്നിപ്പോവും. തമിഴ്നാട് NCERT അല്ല, സോറി, തമിഴ്നാട് പുസ്തകം അവിടെ ഗവൺമെന്റ് സ്റ്റേറ്റ് സിലബസ് ആയാലും എക്സലന്റ് ബുക്സ് ആണ്. അത്രമാത്രം റിസർച്ചസ് നടത്തി അവർ എഴുതിയിരിക്കുന്ന ബുക്കാണ്. ഡെപ്തിലുള്ള ബുക്കാണ്. നമ്മുടെ കേരളത്തെക്കാട്ടിലും ഡെപ്ത് ഉള്ള ബുക്കാണ് തമിഴ്നാട്. അത് വായിക്കാൻ പറ്റിയ വലിയ ഉപകാരം. ഞാൻ നിങ്ങളെ ആരും നിർബന്ധിക്കില്ല,
വായിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിന്റെ പാർട്ട് ഭയങ്കരമായിട്ട് അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഇത്രയും വായിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ ബേസ് ശക്തമായി. ഒരു 8ാം ക്ലാസ്സിൽ കുട്ടി വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, വന്ന് നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, മിസ് എന്താണ് ഇത്, അല്ലെങ്കിൽ എന്താണ് ചേട്ടാ ഇത്, എന്താണ് ചേച്ചി ഇത്, അത്രേ ഉള്ളൂടാ എന്ന് പറയാനുള്ളത് ചങ്ങൂറ്റ് നിങ്ങൾക്ക് ആയി കഴിഞ്ഞാൽ മാത്രം അടുത്ത പുസ്തകങ്ങളിലേക്ക് പോവുക. അത് നിങ്ങൾക്ക് ബേസിക്കലി ബിപിൻ ചന്ദ്ര നല്ലൊരു ഓപ്ഷനാണ്. ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, 2 പുസ്തകമുണ്ട്. അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് നെഹ്റുവിനെ ഇറയും കുറിച്ചുള്ള 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതേ ആൾക്കാർ തന്നെ രാമചന്ദ്ര ഗുഹയുടെ പുസ്തകവും പോയി വായിക്കും. 2 കൂടെ വായിക്കേണ്ട ആവശ്യമില്ല. രാമചന്ദ്ര ഗുഹയും ഇതുപോലെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യ, അതായത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഗാന്ധി എന്നൊരു പുസ്തകം, ഈ 2 പുസ്തകം അത് എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ കുറിച്ചും ഇന്ത്യക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള 2 പുസ്തകങ്ങൾ രാമചന്ദ്ര ഗുഹയും എഴുതിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെറ്റ് മാത്രം നിങ്ങൾ വായിക്കുക. ഇതാണ് നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടത്. പിന്നെ മലയാളം വായിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ ഏൻഷ്യന്റ് ഇന്ത്യ എപ്പോഴും നിങ്ങൾ ആർ ശർമ്മയുടെ പുസ്തകം, ആർ ശർമ്മയുടെ ഒരു പുസ്തകമായിട്ടും വാങ്ങിക്കാൻ കിട്ടും. ആർ ശർമ്മയുടെ NCERT-യുടെ ഒരു പതിപ്പും ഇപ്പൊ വിപണിയിൽ വായിക്കാൻ കിട്ടും. അപ്പൊ ഏൻഷ്യന്റ് ഇന്ത്യ ഓതന്റിക് സോഴ്സ് ആർ ശർമ്മയാണ്. മിഡിവൽ ഇന്ത്യ ഓതന്റിക് സോഴ്സ് സതീഷ് ചന്ദ്രയാണ്. മോഡേൺ ഇന്ത്യ ഓതന്റിക് സോഴ്സ് ബിപിൻ ചന്ദ്രയാണ്. ഇവര് 3 പേരും എഴുതിയ NCERT-യുടെ പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ അല്ലെങ്കിൽ UPSC സിവിൽ സർവീസിന്റെ സിലബസ് അതുപോലെ അതിൽ ഫോളോ. ഞാൻ കുറച്ചു മുമ്പ് നിങ്ങൾക്ക് ഏൻഷ്യന്റ് സിലബസ് തന്നില്ലേ, ആ സിലബസിന്റെ ഓരോ ഹെഡിങ്ങുമാണ് ഏൻഷ്യന്റ് ഇന്ത്യ ബൈ ആർ ശർമ്മ. ആർ ശർമ്മയുടെ NCERT ബുക്ക് അല്ലാണ്ടൊരു ബുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വായിച്ചാൽ നല്ലത് തന്നെയാണ്. അതൊന്നും ഇപ്പൊ വായിക്കണ്ട. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് NCERT വായിക്കാം. NCERT വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാപ്റ്റർ മൗര്യ എന്നൊരു ചാപ്റ്റർ നിങ്ങൾ വായിക്കില്ലോ എന്ന് പറഞ്ഞ് നിങ്ങളും നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു പാരലായിട്ട് ഒരു സൈഡിൽ കൂടെ പോകട്ടെ. പക്ഷെ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലെങ്കിലും NCERT വായിക്കാം. ഇപ്പൊ 6th മുതൽ 12th വരെയുള്ള NCERT 1 മാസം കൊണ്ട് വായിച്ചു കഴിയുക. ആ 1 മാസത്തിൽ ആ NCERT 3 തവണ വായിച്ചിരിക്കണം. 3ാം തവണ വായിക്കുമ്പോൾ അതിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം. മസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഈ മെയ് എന്നൊരു മാസം നിങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു മാസമാണ്. ഏതൊരു സിവിൽ സർവീസ് പഠിക്കുന്ന കുട്ടിയും അയാളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മാസമാണ് മെയ് മാസം. എന്തുകൊണ്ടാണ്? ഒരു പ്രിലിംസിൽ നിന്ന് അടുത്ത പ്രിലിംസിലേക്ക്, എല്ലാ വർഷവും സാധാരണ പ്രിലിംസ് നടക്കുന്ന സമയം മെയ് ആണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലാണ് ജൂണിലൊക്കെ പോയത്. ഞങ്ങളുടെയൊക്കെ സമയത്ത് മെയ് തന്നെയായിരുന്നു. മെയ് മാസത്തിലാണ് പ്രിലിംസ് എക്സാം നടക്കുന്നത്. പ്രിലിംസ് എക്സാം മെയ്യിൽ നടക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് മാസം മുതൽ ആ വർഷത്തെ ഡിസംബർ മാസം വരെ മെയിൻസിന് വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ജനുവരി മുതൽ പ്രിലിംസിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ഇല്ല, മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനേ ഉള്ളൂ. മെയിൻസ് എന്ന് പറഞ്ഞാൽ വലിയ കടൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിന് അതൊരു ഒരു പിടി വെള്ളം മാത്രമാണ്. പ്രിലിംസ് ഒരു കുമ്പിൾ വെള്ളം മാത്രമാണ്. ആ പ്രിലിംസിന്റെ വെള്ളം ഇതിലെടുത്ത് മാറ്റിയാൽ മാത്രം മതി. അപ്പം മെയിൻസിന് വേണ്ടി പഠിക്കുക. മെയിൻസിന് വേണ്ടി പഠിക്കുക വെച്ചാൽ മെയിൻസിന്റെ GS പഠിക്കുക. ഓപ്ഷണൽ സബ്ജക്ട് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഓപ്ഷണൽ സബ്ജക്ട് ഫിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞ് അതിനെ പറ്റിയ റിസോഴ്സസും മെന്റേഴ്സും അവൈലബിൾ ആണോ എന്ന് നോക്കുക. അത് 2 നോക്കി വേണം ഓപ്ഷനിൽ പഠിക്കാൻ. സിലബസ് നോക്കി ഓപ്ഷനിൽ പുറകെ പോകരുത്. പണ്ട് അങ്ങനെ പോകുന്നുണ്ട്, തെറ്റുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ സിലബസ് നോക്കി ഒരിക്കലും ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ പുറകെ പോകരുത്. ഹിസ്റ്ററി വലിയ സിലബസ് ആണ്, ഞാൻ എടുക്കത്തില്ല, തെറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെറിയ സിലബസ് എന്ന് പറയുന്ന പല ഓപ്ഷണൽ സബ്ജക്ട്സിനും ഈ 2 വരികൾക്കിടയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സിലബസ് തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചോദിക്കുക, വരികൾക്കിടയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതേസമയം ഹിസ്റ്ററിക്കകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഹെഡിങ്സും സബ് ഹെഡിങ്സും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയിൽ ചോദിക്കില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരും. അതുമല്ല, പ്രീവിയസ് ഇയറിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള പ്രവണത ഹിസ്റ്ററിയിൽ കൂടുതലാണ്. ഹിസ്റ്ററിക്ക് വളർച്ച കുറവാണ്. UPSC ഹിസ്റ്ററിക്ക് വളർച്ച, കറണ്ട് അഫയേഴ്സ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ, വളർച്ച കുറവാണ്. ബാക്കി മിക്ക സബ്ജക്ട്സിനും നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. ഓക്കെ, ലീവ് ഇറ്റ്. ഓപ്ഷൻ സബ്ജക്റ്റിന്റെ ഡിസ്കഷൻ ഉള്ള ഇന്നത്തെ ക്ലാസ്. എന്നാലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതൊക്കെയാണ് ബുക്സ്. ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് NCERT വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞ ഹോംവർക്ക് എഴുതുക. ID is this. Send the answers to that. ഒരു മിനിറ്റ്. പക്ഷെ ഞാൻ അയച്ച മെയിലായിട്ട് നിങ്ങൾക്ക് കിട്ടി. ഗ്രൂപ്പ് ചാറ്റിൽ ഞാൻ അയച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അതെന്താ ഇങ്ങനെ?
എന്റെ മെയിൽ ഐ ഡി ഞാൻ ഇതിൽ അയച്ചിരുന്നു, പക്ഷേ കിട്ടിയോ? നോ. അതെ, ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചിട്ട് അങ്ങോട്ട് വരുന്നില്ല. ഇതിന്റെ ഒരു ജാഫർ ഖാൻ പ്രൈവറ്റ്ലി എഴുതി വെച്ചിട്ടുണ്ട്. സോറി, എവിടെയാണ് കൊടുത്തു നോക്കാം. കിട്ടിയോ നിങ്ങൾക്ക്? യെസ്, ദിസ് ഇസ് മൈ മെയിൽ ഐ ഡി. ഇത് നോട്ട് ചെയ്യാം. പിന്നീട് സോ നിങ്ങൾക്ക് പഠിക്കുക. സമയം ഇന്നിപ്പോ നിങ്ങൾക്ക് ദയവായിട്ടാണ്, ഈ വർഷത്തെ ബാച്ച് ഒരു കിടിലം ബാച്ച് ആയിരിക്കും തോന്നുന്നു. സിവിൽ സർവീസിന്റെ സമയം ഒരുപാടുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഒരു എക്സ്ക്യൂസസും ഒരു ഡിസ്ട്രാക്ഷൻസും കൊണ്ടുവരാതെ ഭംഗിയായിട്ട് പഠിക്കുക. ഇത് പ്രീ ഹിസ്റ്ററിയുടെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ദയവേത് അതിന്റെ ക്യാപിറ്റൽ ആയാലും സ്മോൾ ആയാലും കിട്ടുള്ളൂ. ഡോണ്ട് വറി, അയച്ചോ. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും അത് ക്യാപിറ്റൽ ലെറ്ററിലേ ടൈപ്പ് ചെയ്യാറുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ എല്ലാം ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ശരി. നെക്സ്റ്റ് ഈസ് ഈ ഇതിലേക്ക് നിങ്ങളുടെ ആൻസേഴ്സ് അയക്കുക. ദയവിത് ടാബ്ലറ്റിന്റെ പേര് വെച്ച് അയക്കരുത്, നിങ്ങളുടെ സ്വന്തം പേര് വെച്ച് അയക്കുക. ഞാൻ ഇത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചയക്കുന്നതായിരിക്കും. ഇതിൽ പ്രീ ഹിസ്റ്ററി ഇന്ന് തന്നെ പറ്റുവാണെങ്കിൽ NCERT പ്രീ ഹിസ്റ്ററി ഒന്ന് വായിക്കുക. NCERTക്ക് അത് നിങ്ങൾക്ക് ഈ പുസ്തകം നമ്മുടെ ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് തന്ന സംഭവങ്ങൾ അതിനകത്തുണ്ട്, നിങ്ങൾക്ക് വായിച്ചാൽ അതിൽ കിട്ടും. ഓക്കെ, ശരി. അപ്പോ താങ്ക് യു. Study well, stay safe and study well, study focused. Okay, thank you.